ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നൂറുദ്ദീൻ തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട പല്ലാർ ഉസ്താദ്, ഡോക്ടർ ഓട്ടൂർ, മറ്റു മഹാന്മാരായ പണ്ഡിതന്മാരെ, സുന്നി സെന്ററിന്റെയും SKSSFിന്റെയും ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെയും മറ്റും നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാർ, മഹത്തായ ഈ സദസ്സിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിന് അവസരം നൽകിയ ഇവിടുത്തെ മഹാന്മാരായ ദീനി സേവകന്മാർക്ക് മതിയായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. നാം തീരുമാനിച്ചത് പ്രകാരം ഈയിടെ SYS സമ്മേളനത്തിന്റെ തിരുവനന്തപുരത്ത് നടന്ന പ്രഖ്യാപന സമ്മേളനവും ജാമിയയുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനവും അത് രണ്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും പരിപാടികളുമെല്ലാം വമ്പിച്ച വിജയത്തിലാണ് അവസാനിച്ചത്. ആ വിഷയത്തിൽ രാജ്യത്തുള്ളവരേക്കാൾ കൂടുതൽ മാനസികമായും സാമ്പത്തികമായും വൈകാരികമായുമൊക്കെ സംബന്ധിച്ചത് ശരീരം ഇവിടെയാണെങ്കിലും ആത്മാവ് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ സംരംഭങ്ങളെല്ലാം വമ്പിച്ച വിജയത്തിലെത്തിച്ചത് ഇവിടെയുള്ള നിങ്ങളെപ്പോലുള്ള ഉസ്താദുമാരും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമാണ് എന്ന കാര്യത്തിൽ സംശയം. വളരെ കാലം ദീനിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും സമുദായത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഹിദായത്തും അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ആമീൻ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ഇവിടെ വന്ന നാം ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അത് പ്രത്യേകമായി അല്ലാഹു കണക്കിലെടുക്കും എന്ന കാര്യത്തിൽ സംശയിക്കുന്നവരെല്ലാം നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവും മറ്റുമായ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു നമുക്ക് പരിഹരിച്ച് സന്തോഷിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹത്തായ നബിദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ലോകം കൂടുതൽ കൂടുതൽ നന്നായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ലോകത്ത് അനവധി പണ്ഡിതന്മാരും നേതാക്കളും പ്രവാചകന്മാരും എല്ലാം കഴിഞ്ഞു പോയെങ്കിലും അതിൽ എന്നും ലോകത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് വളരെ വ്യക്തമായ സംഗതിയാണ്. ഇസ്ലാമിന്റെ അപ്പുറത്തുള്ളവരും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ചരിത്രകാരനും കവിയുമായ മഹാപണ്ഡിതനുമായ ലാമാർട്ടിൻ തന്റെ കിഴക്കോട്ടൊരു യാത്ര എന്ന പുസ്തകത്തിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഇന്നും അതുതന്നെയാണ് ലോകത്തിന്റെ ചർച്ച. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, രാജ്യത്തിന്റെ പ്രസിഡന്റുമാർ കഴിഞ്ഞുപോയി, ഭരണാധിപന്മാർ കഴിഞ്ഞുപോയി, പട്ടാള മേധാവികൾ കഴിഞ്ഞുപോയി, വിശഗ്വരന്മാർ കഴിഞ്ഞുപോയി. ഇന്ന് വേണ്ട ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഏറ്റവും ഉയർന്ന വ്യക്തിമുദ്ര പ്രകാശിപ്പിച്ചവർ പലരും യുഗാന്തരങ്ങളിൽ കടന്നുപോയി. എന്നാൽ ഇവരെ എല്ലാം വിലയിരുത്തിക്കൊണ്ടൊരു ചോദ്യം, ഇങ്ങനെ പലരും വന്നുപോയെങ്കിലും മുഹമ്മദ് നബിയേക്കാൾ വലിയ ഒരാൾ വന്നുപോയിട്ടുണ്ടോ? ഇദ്ദേഹം സമസ്തക്കാരനല്ല, സുന്നി സെന്ററിന്റെ അല്ലെങ്കിൽ SKSSFന്റെ ഒന്നും ഒരു പ്രവർത്തകനല്ല, ആരുമല്ല, മുസൽമാനുമല്ല. ലോകത്ത് ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പ്രകാശിപ്പിച്ച എല്ലാ വലിയവരെയും വിലയിരുത്തിക്കൊണ്ട് അവരെല്ലാം നമ്പറിട്ട് കൊണ്ടുവന്ന് ഒരു ചോദ്യം ചോദിക്കാം, മുഹമ്മദ് നബിയേക്കാൾ വലിയ ആൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നു, ഇല്ല. ലോകത്തിന്റെ തുടക്കം മുതൽക്ക് ദൈവം അല്ലെങ്കിൽ പടച്ചവൻ ലോകത്തെ സൃഷ്ടിച്ച മുതൽക്ക് ഇന്ന് വരെ അതിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയ ഒരു മനുഷ്യൻ, വലിയ ഒരാൾ വന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്റെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ വ്യക്തമായ സംഗതിയാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ പണ്ഡിതന്മാരും അമേരിക്കൻ പണ്ഡിതന്മാരുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൗലിദിൽ പറഞ്ഞതുപോലെ ഫലക്കൽ വസ്ഫുൽ ഹസീൻ, ഫലക്കൽ വസ്ഫുൽ ഹസീൻ. ചില ഏടുകളിൽ കാണാം ഹസീൻ. നബിയെ താങ്കൾക്ക് ഏറ്റവും നല്ല സുന്ദരമായ വിശേഷണങ്ങളുണ്ട്. വേറെ ചില ഏടുകളിൽ കാണാം ഫലക്കൽ വസ്ഫുൽ ഹസീൻ സ്വാദ്, കോട്ട പോലെ നിലകൊള്ളുന്ന വിശേഷം. ആ വിശേഷണങ്ങൾ തകർക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ആ വിശേഷണങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ, അതിന്റെ അപ്പുറം സഞ്ചരിക്കാൻ ലോകത്തൊരു പണ്ഡിതനും ഒരു പ്രവാചകനും ഒരു ഭരണാധിപനും ആർക്കും സാധ്യമല്ല. ഫലക്കൽ വസ്ഫുൽ ഹസീൻ. ഫലക്കൽ വസ്ഫുൽ ഹസീനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുമ്പോൾ ആരാണ് അവിടെ ഉണ്ട്? ബൈബിൾ പരിശോധിച്ചാൽ
വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ പോവുകയാണ്, ഇനി ഇവിടെ വരാനുള്ളത് ഈ ലോകത്തിന്റെ മേധാവിയാണ്. ബൈബിൾ പബ്ലിക്കേഷൻ തന്നെ അറബി ബൈബിൾ പ്രസിദ്ധീകരിച്ചു. അതിൽ കാണാം, ഇനി ഇവിടെ വരാൻ പോകുന്നത് റഈസു ഹാദൽ ആലം, ഈ ലോകത്തിന്റെ മേധാവിയാണ് വരാൻ പോകുന്നത്. റഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. ഈ ലോകത്തിന്റെ റഈസ്, അറേബ്യയുടെ റഈസ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിന്റെ റഈസ് എന്നോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ റഈസ് എന്നോ എന്നല്ല പറഞ്ഞത്. റഈസു ഹാദൽ ആലം. അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ അവർ പറഞ്ഞത് ദ പ്രസിഡന്റ് ഓഫ് വേൾഡ്, ലോകത്തിന്റെ പ്രസിഡന്റ് വരാനിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിനും എനിക്കുമായി പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണ്. ഒരു പ്രവാചകൻ വന്നാൽ ചിലപ്പോൾ ആ പ്രവാചകന്റെ നിയമമായിരിക്കും പിന്നീട് വരുന്ന പ്രവാചകൻ ഉണ്ടായിരിക്കുക. ഒരു കാലത്ത് തന്നെ അങ്ങനെയുള്ളവരുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിയമം തന്നെയായിരുന്നു ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്. ഒരേ കാലഘട്ടത്തിലാണ്. ഇസ്രായേലി പ്രവാചകന്മാർ അനവധി നിരവധി വന്ന് നമുക്കറിയാം. 1,00,000-ലേറെ പ്രവാചകന്മാർ ഇസ്രായേലി പ്രവാചകന്മാരായിട്ടുണ്ട് എന്ന് പറയുന്നു. അവരെല്ലാം മൂസാ നബിയുമായിട്ടാണ് അവർക്കുള്ള ബന്ധം. മൂസാ നബി പഠിപ്പിച്ച തൗറാത്ത്, അതിന്റെ ആശയങ്ങൾ, അതിന്റെ വിശ്വാസാചാര കർമ്മങ്ങൾ, ഇതാണ് അവർക്ക് ബാധകമായിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നും ചില മാറ്റങ്ങളോടുകൂടെ അതുവരെയുള്ള പ്രവാചകന്മാരെല്ലാം നിശ്ചിത സമയത്തേക്കും കാലത്തേക്കും വിഭാഗങ്ങളിലേക്കുമായിരുന്നു. അവരെക്കുറിച്ചൊന്നും റഈസ് ഹാദൽ ആലം അല്ലെങ്കിൽ വേൾഡ് പ്രസിഡന്റ് എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ താൻ ലോകം കണ്ട ഏറ്റവും അത്ഭുതാവഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രവാചകനാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തിയ ഈസാ നബി അലൈഹി ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, ഞാനിതാ പോകുന്നു, എന്റെ സമയമായി. ഇനി ലോകത്തിന്റെ പ്രസിഡന്റാണ് വരാനുള്ളത്, റഈസു ഹാദൽ ആലമാണ് വരാനുള്ളത്. അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ സ്വതന്ത്രനാണ്. എന്റെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. ലോകത്തിന് വേണ്ട നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. അദ്ദേഹം ലോകത്തിന്റെ മേധാവിയാൽ. എന്ന് വെച്ചാൽ ലോകം എന്നെല്ലാം ഉണ്ടോ അന്നെല്ലാ കാലത്തേക്കുമുള്ള എക്കാലത്തേക്കുമുള്ള പ്രവാചകൻ, എക്കാലത്തിന്റെയും പ്രസിഡന്റ്, എക്കാലത്തിന്റെയും റഈസ് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു. ഇനി ബൈബിളിന് മുമ്പ് ലോകത്ത് അവതരിച്ച ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ, ഉപനിഷത്തുകൾ പരിശോധിച്ചാൽ, അതിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ചതുർവേദങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെയെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനായി അവതരിക്കും എന്നുള്ളതിന്റെ ആ സന്തോഷ വാർത്ത അറിയിച്ച ഗ്രന്ഥങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രന്ഥങ്ങളുടെ പല ഭാഗങ്ങളും പല സൂക്തങ്ങളും യുഗാന്തരങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെട്ട് 10,000-കണക്കായ ആളുകൾ അങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതിനാൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അക്കൂട്ടത്തിൽ ചില ആശയങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏതെല്ലാം പ്രവാചകന്മാർ വന്നോ അവരോടൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വരുന്നുണ്ട് എന്നും അദ്ദേഹം വരുന്ന കാലത്ത് എങ്ങനെയാണോ അദ്ദേഹത്തെ സഹായിക്കാൻ, മാനസികമായോ ആത്മീയമായോ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും, ആ നിരക്കൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം
എന്ന് അല്ലാഹു തആല മുൻകാല പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ലൗകികമായ, ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനങ്ങളുമായുള്ള ബന്ധം, ജനങ്ങൾക്ക് നബിയുമായുള്ള ബന്ധം, ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ലോകവുമായിട്ടുള്ള നബിയുടെ ബന്ധം അതൊരു ചെറിയ രൂപത്തിലല്ല, ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളാനുള്ള മഹത്തായ സംവിധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാമല്ലോ, ചെറുപ്പത്തിൽ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലാക്കമാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ ഹൃദയം തുറന്ന് ശുദ്ധീകരിച്ച് യാതൊരു വിധത്തിലും പൈശാചികമായ ബാധ ഏൽക്കാതിരിക്കാനുള്ള അടിസ്ഥാനപരമായ ശുദ്ധീകരണം വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും കുട്ടികളുടെ കൂട്ടത്തിലേക്ക് കളിക്കാൻ വിട്ടു. ഇത് നിഷേധിക്കുന്നവർ ഒരു പക്ഷേ ലോകത്തുണ്ടായിരിക്കാം. അവരറിയാത്തത് നിഷേധിക്കുകയാണ്. അന്നാസു അയദാവുമാ ജഹിലു, ജനങ്ങൾ അറിയാത്തതിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഈ വിഷയം അറിഞ്ഞുകൂടാ ഒന്നുകിൽ, അല്ലെങ്കിൽ ലോകത്തെ അവർ പഠിച്ചിട്ടില്ല. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കാട്ടിലെ മൃഗങ്ങളെ കണ്ടുപിടിച്ച് അവയുടെ എണ്ണം രേഖപ്പെടുത്തി അതിലുള്ള വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ, ഒരേ ഇനത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ, ഇതെല്ലാം വേർതിരിച്ച് പഠിക്കുന്ന, പ്രത്യേകിച്ച് ആ മൃഗങ്ങൾക്കുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിനു വേണ്ട നിവാരണം കാണുന്ന ശാസ്ത്രവകുപ്പുണ്ട്. ടിവിയിലുമൊക്കെ നാം കാണുന്നതാണല്ലോ. ഒരു കൂട്ടം മാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ സമയത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വ്യൂഹം അവയെ പിന്തുടർന്ന് അതിൽ ഒന്നിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. ചാകാത്ത വിധത്തിൽ, വലിയ അപകടം സംഭവിക്കാത്ത വിധത്തിൽ അങ്ങനെ അതിനെ പിടികൂടുന്നു. അതിന്റെ രോഗം പരിശോധിച്ച് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തി ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നീട് അത് ഏത് കാട്ടിൽ പോയാലും അത് ചാകുന്നത് വരെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള റേഡിയോ ബന്ധം അതിന്റെ ശരീരത്തിൽ സ്ഥാപിച്ച് അതിനെ വിട്ടയക്കും. ഒന്നിനെയാണ് പിടിച്ചതെങ്കിൽ മറ്റുള്ള മാനുകളെല്ലാം കുറെ അപ്പുറത്തു പോയി നോക്കി നിൽക്കുന്നുണ്ടാവും, എന്താണ് ഇവനെ പിടിച്ച് കാണിക്കുന്നത്. എന്തൊക്കെ കഴിഞ്ഞ ശേഷം വിട്ടയച്ചു. ഒരു പക്ഷേ മറ്റു മൃഗങ്ങൾക്ക്, ഇത് കണ്ടു നിൽക്കുന്ന മൃഗങ്ങൾക്ക് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ആളുകൾ വന്നത്, ഇവരുടെ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കുറെ കുരങ്ങന്മാരപ്പുറത്തുണ്ടായിരിക്കും, അവർക്കിതൊന്നും പറഞ്ഞുകൂടാ, എന്തോ സംഭവിച്ചു എന്നവർ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇവർക്ക് പഠിക്കാൻ കഴിഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രോഗനിവാരണമാണ് അവിടെ നടത്തുന്നത്. ഈ റേഡിയോ ബന്ധത്തിലൂടെ ഈ മാൻപേടകം ഏത് കാട്ടിൽ എവിടെ പോയി താമസിച്ചാലും അത് ചാകുന്നത് വരെ അതിനെ സംബന്ധിച്ചുള്ള സന്ദേശം ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഓഫീസിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടിന്റെ ഏത് പോയിന്റിൽ അത് ജീവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർക്കറിയാം. ഇത് മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല, അവർക്കറിയാൻ കഴിയണമെന്നില്ല. ഇതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നു. ആ കുട്ടിക്ക് പ്രത്യേക ഇഞ്ചക്ഷൻ കൊടുക്കുന്നു.
ആ കുട്ടിയുമായി ഈ ലോകത്തിന് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ അല്ലാഹു തആല തയ്യാറാക്കുന്നു. മറ്റു കുട്ടികൾ വന്നുകൊണ്ട് ഹലീമ ബീവിയോട് പറയുന്നു, ഇതാ നമ്മുടെ മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി, കുറെ കഴിഞ്ഞപ്പോ വിട്ടയച്ചു, എന്തൊക്കെ അവനവിടെ കിടത്തി ചെയ്തു, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക്, പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ പ്രവാചകനായ റഈസു ഹാദൽ ആലമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖല ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്താണ് ഈ റഈസു ഹാദൽ ആലമിന് വേണ്ടിയിട്ട് അല്ലാഹു തആല ചെയ്തത്? ലോകവുമായി ബന്ധപ്പെടണം, ലോകത്തിന് ഇങ്ങോട്ടും ബന്ധപ്പെടണം. ഇതാണല്ലോ ഒരു നേതാവിന്റെ ഏറ്റവും ആദ്യത്തെ സംഗതി. നേതാവ് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, അതല്ലല്ലോ നേതാവ്. ലോകത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകവുമായി അങ്ങോട്ട് ബന്ധപ്പെടണം, ലോകത്തിന് ഇങ്ങോട്ടും ബന്ധപ്പെടാൻ സാധിക്കണം. റേഡിയോ കണക്ഷൻ, ആശയവിനിമയം ഉണ്ടായിരിക്കണം. ഹിറാ പർവ്വതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, മാനബിക്കാരി, ഞാൻ അങ്ങനെ വായിക്കുന്ന ആളല്ല, അതങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അറിവൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ഈ കാട്ടിൽ വന്ന് ഈ മലയുടെ മുകളിൽ വന്ന് എന്നോട് വായിക്കാൻ പറയാൻ മുൻകൂട്ടി ഒരു കരുതലുമില്ലാതെ, ഒരു സംവിധാനവുമില്ലാതെ ഞാനെന്ത് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് അത് നബി പറയില്ല. അല്ലാഹു തആല ചോദിക്കുന്നു, എങ്ങനെ പറയൂ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക, താങ്കളുടെ ഹൃദയത്തെ താങ്കൾക്ക് നാം വിശാലമാക്കി തന്നില്ലേ? ഒരാൾക്കുള്ള ഹൃദയമല്ല, ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഹൃദയമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ അറിയിക്കാനായ ഒരു സംഗതി എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ അത് ലോകമറിയും. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് ഒരു അനുയായി ഇങ്ങോട്ട് ബന്ധപ്പെട്ടാൽ വിളിച്ചാൽ അതും അവിടെ നിന്നറിയും. അങ്ങോട്ടറിയാനും ഇങ്ങോട്ടറിയാനും അറിയുന്ന ആ സംവിധാനം ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം. അലം നശ്റഹ് ലക സദ്റക, താങ്കളുടെ ഹൃദയത്തെ താങ്കൾക്ക് നാം വിശാലമാക്കി തന്നില്ലയോ? പിന്നെ എന്താ ഇന്നെ എന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പറഞ്ഞുകൂടാത്തത്? ഇഖ്റ ബിസ്മി എന്നല്ല, ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും അതിനെല്ലാം അർഹമായ വിധത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും താങ്കൾക്ക് ഞാൻ ചെയ്തു തന്നിരിക്കുന്നു. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക, താങ്കൾക്കുള്ള എല്ലാ ഭാരങ്ങളും ഞാൻ ഒഴിവാക്കി തന്നിരിക്കുന്നു. പല പ്രയാസങ്ങളും ഭാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അണഞ്ഞുകൂട്ടി പിടിച്ചപ്പോൾ നമുക്കറിയാമല്ലോ പല പ്രയാസങ്ങളുണ്ടായി. ആ പ്രബോധന ദൗത്യം പ്രവാചകൻ ഉദ്ദേശിക്കും വിധത്തിൽ അത് നിർവഹിക്കാൻ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുടുംബപരമായ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രതിരോധങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടായി. അതെല്ലാം മാനസികമായി ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഒരു ലോകത്തെയാണ് നേരിടേണ്ടത്. ഒരു ലോകമെന്ന് പറഞ്ഞാൽ നബി ജീവിക്കുന്ന കാലത്തുള്ള ലോകമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ മറ്റു ബാക്കിയുള്ളവരൊക്കെ വന്നു, പിന്നീട് ഒരാൾ അവശേഷിച്ചു, അയാളും വന്നു എന്നല്ല. അന്ത്യനാൾ വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രവാചകൻ. ഇങ്ങനെയാവുമ്പോൾ അത് വമ്പിച്ച ഉത്തരവാദിത്വമാണ്. പ്രവാചകനാണെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തിരുന്നാൽ പോരാ, അന്ത്യനാൾ വരെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അതിന് മാനസികമായ ഉത്തേജനം, മാനസികമായ ഉയർച്ച, വളർച്ച, ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക്. കുട്ടിക്കാലം മുതൽക്ക് അല്ലാഹു തആല ആ രംഗം ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നാം ചെയ്തില്ലയോ, നാം ചെയ്യാമെന്നല്ല ചെയ്തില്ലയോ എന്ന് വളരെ തുടക്കം മുതൽക്ക് തന്നെ അല്ലാഹു തആല ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും ثم إذا أنا مت فمماتي خير لكم. എന്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമാണ്, നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ ജീവിക്കുന്നത് എത്ര കാലം ജീവിക്കുന്നോ അത്ര കാലവും നിങ്ങൾക്ക് ഖൈറാണ്. ثم إذا أنا مت, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, വഫാത്തായാൽ, ഫമമാത്തി ഖൈറു ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. ഞാൻ മരിച്ചുപോയതിൽ നിങ്ങൾക്കൊക്കെ വിലാപമുണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. ഉറ്റവരും ഉടയവരും മരിച്ചു പിരിയുമ്പോ ആ ശാരീരികമായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. എന്നാൽ എന്റെ മരണം അത് നിങ്ങൾക്ക് ഉത്തമമാണ്. ഞാൻ ജീവിക്കൽ നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ എന്റെ മരണവും നിങ്ങൾക്ക് ഉത്തമമാണ്. ഞാൻ മരണത്തിന് ശേഷവും നിങ്ങളെ കാണുന്നു. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവോട് പൊറുക്കല്ല ചോദിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അള്ളാഹുവെ സ്തുതിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഈ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ അവിടുന്ന് ആ സലാം കേൾക്കുന്നു, കാണുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു, ആ സലാം നമുക്ക് വേണ്ടി മടക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ജീവിതകാല മരണകാല വ്യത്യാസമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാം സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നബിദിനങ്ങളിലൊക്കെയാണെങ്കിൽ മഹാത്മാക്കളുടെ അവരുടെ ജന്മദിവസവും അവരുടെ വഫാത്ത് ദിവസവും അവരുടെ പുനർജന്മ ദിവസവും പ്രത്യേകം ശ്രദ്ധേയമാണ് എന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ. എനിക്ക് എന്റെ ജന്മദിനം സലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ വഫാത്തിന്റെ ദിവസവും സലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ പുനർജന്മ ദിവസവും എനിക്ക് സലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് ഖുർആൻ പറയുന്നു, അസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ. ഈ 3 ദിവസങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് സലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ആളുകൾ എനിക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ ആളുകൾ എന്നെ അനുസ്മരിക്കുന്നു, എന്റെ ആളുകൾ എന്റെ കീർത്തനങ്ങൾ പറയുന്നു എന്ന് യഹ്യാ നബിയെക്കുറിച്ചും ഈസാ നബിയെക്കുറിച്ചും പറഞ്ഞെങ്കിൽ ഇത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പ്രവാചകന് നിങ്ങൾ സലാത്ത് നൽകിയിരിക്കണം, പ്രവാചകന് നിങ്ങൾ സലാം നൽകിയിരിക്കണം എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുന്നു. ഫഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമു ലക മിൻ അസ്ഹാബിൽ യമീൻ. ഖുർആൻ പറയുന്നതാണല്ലോ. ഫഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, മനുഷ്യൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായി അസ്ഹാബുൽ യമീനിൽപ്പെട്ട അല്ലാഹുവിന്റെ അനുഗ്രഹം നേടിയ യഥാർത്ഥ വിശ്വാസിയാണ്, യഥാർത്ഥ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയാണ്, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, ആ അസ്ഹാബുൽ യമീനിൽ നിന്ന് നബിയെ
താങ്കൾക്ക് സലാം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും, സലാം ലഭിച്ചുകൊണ്ടിരിക്കും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഈ സ്വലാത്തു സലാം എല്ലാം ഒരേ ആദർശമാണ്, ഒരേ ആശയമാണ്. അത് പ്രത്യേകം അവരുടെ ജന്മദിവസങ്ങളിലും വഫാത്തിന്റെ ദിവസങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങളിലുമൊക്കെ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം. ഇതെല്ലാം അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി അല്ലാഹുവിനെ സ്തുതിക്കുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മോചനം അവിടുന്ന് തേടുന്നു എന്നൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഈ ഹൃദയത്തിന്റെ വിശാലത, ആ വിശാലത കൊണ്ടാണ് ലോകത്തെ പ്രവാചകൻ കീഴടക്കിയിരിക്കുന്നത്. പ്രവാചകന്റെ ആശയവും ആദർശവും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓരോ നിമിഷവും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അളക്കാൻ നമുക്ക് കഴിയില്ല. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക്. അല്ലാഹു തആല പറയുന്നു, വറഫഅനാ ലക ദിക്റക്. നബിയെ, താങ്കളുടെ സ്മരണ താങ്കൾക്ക് നാം ഉയർത്തി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ താങ്കളുടെ ആശയം താങ്കൾക്ക് നാം ഉയർത്തി കാണിച്ചു തന്നിരിക്കുന്നു. താങ്കളെക്കുറിച്ച് ലോകത്തിന്റെ സ്മരണ അത് നാം ഉയർത്തി തന്നിരിക്കുന്നു. ഇതിനെല്ലാം പറ്റുന്ന ഒരു പ്രയോഗമാണ്. എല്ലാ ആശയവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് വറഫഅനാ ലക ദിക്റക്. ഈ വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഇതിന്റെ ഒന്നാം അർത്ഥമാണ്. വറഫഅനാ ലക ദിക്റക്, നബിയെ, താങ്കൾ പറഞ്ഞ കാര്യം താങ്കൾക്ക് ഞാൻ ഈ ലോകത്തിന് മുമ്പാകെ ഉയർത്തി കാണിച്ചു തന്നിരിക്കുന്നു. ലോകത്തിന്റെ ഉയരത്ത്, ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് താങ്കൾ പറഞ്ഞതാണ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഇതിന് പറ്റുന്ന ഏറ്റവും ഉയർന്ന പ്രയോഗമാണ് വറഫഅനാ ലക ദിക്റക്. ഇനി മറ്റൊരാശയമാണ്, നബിയെ, താങ്കളുടെ സ്മരണ, താങ്കളുടെ സ്തുതികീർത്തനങ്ങൾ, താങ്കളെക്കുറിച്ച് ലോകത്തിന്റെ പുകഴ്ത്തൽ, അത് താങ്കൾക്ക് നാം ഉയർത്തി കാണിച്ചു തന്നിരിക്കുന്നു. ലോകത്ത് ആർക്കും അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. ഇതിനും പറ്റുന്ന ഈ അർത്ഥവും ഒന്നാം അർത്ഥമായി കാണാവുന്ന പ്രയോഗമാണ് വറഫഅനാ ലക ദിക്റക്. ഇനി അല്ലാഹുമായുള്ള ബന്ധമാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ ഇഷ്ടദാത്തന്മാരെക്കാളും പ്രവാചകന് അല്ലാഹുമായുള്ള മഹബത്ത്, പ്രവാചകന് അല്ലാഹുമായുള്ള ആ ബന്ധം, പ്രവാചകന് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ഇതാണ് ഏറ്റവും ഉയർന്നത്. വറഫഅനാ ലക ദിക്റക്. നബിയെ, ലോകത്താരേക്കാളും എന്നെ പുകഴ്ത്തുന്നതും എന്നെ വാഴ്ത്തുന്നതും എന്നെ അറിയുന്നതുമെല്ലാം നിങ്ങളാണ്. എല്ലാവരുടെയും മേലെ ഉയർന്ന സ്ഥാനത്ത് നിങ്ങളെ നാം സ്ഥാപിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു എന്ന ആശയം ഇവിടെ മനസ്സിലാക്കുകയും ഇതും ഈ പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥമായി കാണാവുന്ന ഏറ്റവും ഉയർന്ന പ്രഖ്യാപനമാണ്, ഏറ്റവും ഉയർന്ന പ്രയോഗമാണ്. ഒരു പ്രയോഗത്തിന് 1, 2, 3, 4 അർത്ഥങ്ങൾ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ഒരു അർത്ഥമുണ്ടാവും, അതിനുശേഷമേ രണ്ടാമത്തെ അർത്ഥം ഉണ്ടാവുകയുള്ളൂ, പിന്നെ മൂന്നാമത്തെ അർത്ഥം. എന്നാൽ ഈ പ്രയോഗത്തിൽ അതല്ല. ഞാൻ ഈ പറഞ്ഞ ചുരുങ്ങിയ 3 ആശയങ്ങളും ഏറ്റവും ഉയർന്ന വിധത്തിൽ ഒന്നാമത്തെ അർത്ഥമായി പ്രയോഗിക്കാവുന്ന വിധത്തിലുള്ള പ്രയോഗമാണ് വറഫഅനാ ലക ദിക്റക്. ഭാഷയുടെ ഏതു രൂപം എടുത്തുകൊണ്ട് പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിഘണ്ടു പരിശോധിച്ചാലും, ഹദീസുകൾ പരിശോധിച്ചാലും, ഖുർആന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിച്ചാലും എവിടെയും ഈ 3 അർത്ഥമേ ഉള്ളൂ എന്നല്ല പറയുന്നത്. അല്ലാഹുമായുള്ള നബിയുടെ ബന്ധമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി. റസൂലുള്ളാഹ് അവിടുത്തെ ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡിലും അല്ലാഹുവിനെ ഓർത്തിരുന്നു, അല്ലാഹുവിനെ സ്പർശിച്ചിരുന്നു. അവിടുത്തെ ഹൃദയത്തിന് അതല്ലാത്തൊരു ചിന്തയില്ല. ഏത് സമയത്തും മണിയറയിലാണെങ്കിലും
ഉറക്കിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും മലമൂത്ര വിസർജന സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. ഹൃദയത്തിൽ അപ്പോഴും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധമുണ്ടായിരിക്കണം. അത് ഉയർന്ന മനുഷ്യന്റെ അവസ്ഥയാണ്. ഏറ്റവും ഉയർന്ന മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചിരുന്നു, ഓർത്തിരുന്നു. അല്ലാഹുവിനെ മറക്കുക എന്ന വിഷയമേ വരുന്നില്ല. ഇതാണ് വറഫഅനാ ലക ദിക്റക്. നിങ്ങളുടെ ഈ സ്മരണ, ഞാനുമായുള്ള ബന്ധം, ഞാനുമായുള്ള മഹബത്ത്, അത് ആരെക്കാളും ഉയർന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരാളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വറഫഅനാ ലക ദിക്റക്. അതെല്ലാം ഈ മനസ്സിന്റെ ശക്തിയാൽ, ഹൃദയത്തിന്റെ ശക്തിയാൽ. ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഹൃദയമാണ്. ഇതാണ് ഈ ഒരൊറ്റ ചെറിയ അധ്യായമാണിതെങ്കിലും ആ ചെറിയ അധ്യായത്തിന് ഇതെല്ലാം അല്ലാഹു തആല ഉൾക്കൊള്ളിക്കുന്നു. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിദ്റക് അല്ലദീ അൻഖല ലഹറക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ യുസ്രി യുസ്റാ. നബിയെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് സഹിച്ചു. അതിനാൽ യുസ്ര, ജീവിതത്തിൽ പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ അവിടത്തേക്ക് നാം നൽകി പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ. ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു, എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള സൗകര്യങ്ങൾ നൽകി. അല്ലെങ്കിലും ഇന്നമഅൽ യുസ്രി യുസ്ര, പ്രശ്നമുള്ളിടത്തല്ലേ പ്രശ്നപരിഹാരത്തിന്റെ പ്രശ്നമുള്ളൂ. സുഖമുണ്ടെങ്കിലല്ലേ ദുഃഖത്തിനുണ്ടെങ്കിലല്ലേ സുഖത്തിനും പ്രസക്തിയുള്ളൂ നബിയെ. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഈ സൂക്തം ആവർത്തിക്കുന്നതിന്റെ ആശയം മനസ്സിലായല്ലോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ആദ്യഘട്ടങ്ങൾ തരണം ചെയ്ത് വവളഅനാ അൻക വിസ്റക്, താങ്കൾക്കുണ്ടായ എല്ലാ ഭാരങ്ങളും നാം ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി പ്രയാസമില്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ അതിൽ വിഷമിക്കണ്ട. സുഖമുള്ളിടത്തല്ലേ ദുഃഖമുള്ളിടത്തല്ലേ സുഖത്തിനും പ്രസക്തിയുള്ളൂ. എല്ലാം നാം പരിഹരിച്ചിരിക്കുന്നു. പിന്നീട് ആയിഷ ബീവി പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം, മാറാ റബ്ബക് ഇല്ലാ യുസാരി ഫി ഹവാ. മാറാ റബ്ബക് ഇല്ലാ യുസാരി ഫി ഹവാ. നബിയെ, നിങ്ങളെ പടച്ചോൻ നിങ്ങൾ വിചാരിച്ചതുപോലൊക്കെ നടക്കുന്ന ഒരു പടച്ചോനെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ ഹവ എന്താണോ അതുപോലെ പ്രവർത്തിക്കുന്ന, നിങ്ങൾക്കൊപ്പിച്ച് നടക്കുന്ന, നിങ്ങൾക്കൊപ്പിച്ച് വിചാരിക്കുന്ന, നിങ്ങൾക്കൊപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു പടച്ചോനെ മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. മാറാ റബ്ബക് ഇല്ലാ യുസാരി ഫി ഹവാ ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. ഞെരുക്കം ഇവിടെ ഉണ്ടായെങ്കിൽ ഇതാ ഇനി എളുപ്പം വരാനിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. ഹുദൈബിയയിൽ തടഞ്ഞു. അവിടുന്ന് തിരിച്ചു പോന്നു. അതെല്ലാം ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. 1500 പട്ടാളക്കാർ അന്ന് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോരാതെ മക്കത്തേക്ക് പോകാമായിരുന്നു. 313 1000 തമ്മിൽ യുദ്ധം നടന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ 3000ഉം 2,00,000 തമ്മിൽ യുദ്ധമുണ്ടായി. മൗത്തത്തിൽ എന്താണ് സംഭവിച്ചത്? ആ 2,00,000 തോറ്റോടിപ്പോയി. അപ്പൊ മക്കത്തെ അവിശ്വാസികൾ എത്ര അധികമാണെങ്കിലും ഈ 1500-ൽ ഒന്നിനേക്കാൾ വലുതല്ല. പക്ഷേ നബി തിരിച്ചു പോന്നു. ഇതാണ് ലോകത്തിന് സമാധാനം കാഴ്ചവെച്ചു എന്ന് പറയുന്നത്. ലോകം അവിടെ അടിവരയിട്ടു. നേരെ മറിച്ച് അന്ന് തിരിച്ചു പോരാതെ മക്കയിൽ പ്രവേശിക്കും, അവിടെ ഉംറ നിർവഹിക്കും, എന്ത് തന്നെ സംഭവിച്ചാലും പ്രതിരോധിക്കും എന്ന നിലക്കായിരുന്നുവെങ്കിൽ ലോകം മറ്റൊന്നാവുമായിരുന്നു നബിയെക്കുറിച്ച് എഴുതുന്നത്. റഫഅനാ ലക ദിക്റക എന്ന് പറയുന്നത്
ആകില്ല, അതല്ല സംഭവിക്കുക. മക്കത്തെ നേതാക്കൾ സുഹൈൽ അംറിനെയും മറ്റും വിട്ടുകൊണ്ട് സംസാരിച്ചത്, അവർ സംസാരിച്ചതും ലോകം അംഗീകരിച്ച ന്യായമാണ്. നാം മനസ്സിലാക്കണം. ആ ന്യായം തന്നെയാണ് നബിയും അംഗീകരിച്ചു കൊടുക്കുന്നത്. അവരെന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. നബിയുടെ അരികെ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, പിന്നെ ഒരറിയിപ്പുമില്ലാതെ 1500 പട്ടാളക്കാരുമായിട്ട് താങ്കൾ വരുമ്പോ അവിടെയെല്ലാം താങ്കളുടെ ശത്രുക്കളാണ്, പരസ്പരം ശത്രുക്കളാണ്, വെറും സാധാരണക്കാരാണ്. ആ കഅബയുടെ ചുറ്റും ഒരുപാട് കുടിലുകളും വീടുകളും ഒക്കെ ഉള്ളതാണ്, ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവരൊന്നും താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും അനുകൂലമല്ല. നിങ്ങൾ അവിടെ വന്ന് പെട്ടെന്ന് അവിടെ വന്ന് ആ കർമ്മവുമായി ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഒരു കല്ലെടുത്തിട്ടാൽ അത് വമ്പിച്ച പ്രശ്നമല്ലേ ഉണ്ടാക്കുക. പിന്നെ ആർക്കാണ് അകത്തെടുക്കാൻ സാധിക്കുക? രണ്ടു ഭാഗത്തും വമ്പിച്ച നഷ്ടമല്ലേ. പിന്നെ മക്കൾക്ക് അതിൻ്റെതായ ഒരു ഭരണകൂടമുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. അവർ അംഗീകരിച്ചുകൊണ്ടേ അവിടെ വരാൻ പാടുള്ളൂ. ഏത് രാജ്യത്തുള്ള ഒരു രാജ്യത്ത് വരുമ്പോ ആ രാജ്യത്തുള്ള ഏത് രാജ്യത്തേക്ക് വരുന്നോ അവിടെയുള്ള ഭരണകൂടം അംഗീകരിക്കണം. വിസ വേണം, കടലാസ് വേണം. ഇതൊന്നുമില്ലാതെ താങ്കൾ വരുമ്പോ ഏതെങ്കിലും ഒരു കുട്ടി ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വമ്പിച്ച പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് മുൻകൂട്ടി നാം തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ ഒരു അറിയിപ്പുമില്ലാതെ ഉണ്ടായതാണ്. ഇതിവിടെ നിർത്തിവെക്കണം. അടുത്ത വർഷം വന്നോളൂ, ഞങ്ങൾ ആ ഭാഗത്തുള്ള കുടുംബങ്ങളെ എല്ലാം മാറ്റി താമസിപ്പിക്കാം. എന്നിട്ട് 3 ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ തിരിച്ചു പോന്ന ശേഷം ആ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോരാം. ഇങ്ങനെയാണെങ്കിൽ വളരെ സമാധാനപരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സഹാബാക്കൾ പറഞ്ഞു, ചിലരൊക്കെ അള്ളാന്റെ ഭൂമി, അള്ളാന്റെ കഅബ, അവിടെ അള്ളാന്റെ വിസയല്ലേ വേണ്ടത്, അള്ളാന്റെ അനുമതി പത്രമല്ലേ വേണ്ടത്, ഇവരുടെയൊക്കെ അനുവാദം എന്തിനാൽ? ഈ സുഹൈലിനോട് പോയി പണി നോക്കാൻ പറയും. നബിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സഹാബാക്കൾ പലരും പറഞ്ഞു. പക്ഷേ ഇതിന്റെ ന്യായം എവിടെ? ഈ പറഞ്ഞതല്ലേ ഇതിന്റെ ന്യായം. മുഹമ്മദ് നബിയും അനുയായികളും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു അന്യരാഷ്ട്രത്തിൽ പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ലാതെ അനുവാദവുമില്ലാതെ 1500-500ഓളം വരുന്ന പട്ടാളക്കാരുമായി അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ അതിന്റെ പരിസരത്ത് മുഴുവനും ശത്രുക്കളാണ്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പലരുമുണ്ട്, രോഗികളുണ്ട്, കിഴവന്മാരുണ്ട്, പലരുമുണ്ട്. ഒരു കുട്ടി അവിചാരിതമായി എന്തെങ്കിലും ചെയ്താൽ, സംഭവിച്ചു പോയാൽ പ്രശ്നം മാറിയില്ലേ? പ്രവാചകൻ അവിടെ അടിവരയിട്ടു. പ്രവാചകൻ പറഞ്ഞു, പറ്റില്ല, ഇനി തിരിച്ചു പോകാൻ നിർവാഹമില്ല. അങ്ങനെ തിരിച്ചു പോകുന്നു. ലോക ചരിത്രം അത് രേഖപ്പെടുത്തി. ലോകം കണ്ട ഏറ്റവും വലിയ സമാധാന പ്രേമിയാണ് മുഹമ്മദ് നബി എന്ന് ലോകം വിലയിരുത്തി. ഇസ്ലാമിന്റെ സമാധാനത്തെക്കുറിച്ച് ലോക വിജ്ഞാന കോശങ്ങൾ എവിടെയെല്ലാം പറഞ്ഞോ അവിടെയെല്ലാം ഹുദൈബിയ സന്ധി ചെയ്ത് പ്രവാചകൻ തിരിച്ചു പോയത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ലാമാറ്റ് നേരത്തെ പറഞ്ഞത്, ഏത് വകുപ്പെടുത്ത് പരിശോധിച്ചാലും മുഹമ്മദ് നബിയേക്കാൾ വലിയ ആളില്ല. സമാധാനത്തിന്റെ വകുപ്പെടുത്താലും ശാന്തിയുടെ വകുപ്പെടുത്താലും ഏത് വകുപ്പെടുത്താലും മുഹമ്മദ് നബിയേക്കാൾ വലിയ ഒരുത്തനെ ദൈവം പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം. അതോടുകൂടെ തന്നെ ലോകം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ അംഗീകരിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പ്രവാചകന് കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നില്ല. ഇതാണ് എല്ലാ ഭാരങ്ങളും നാം ഒഴിവാക്കി തന്നു. ഫൈനമാൽ ഉസ്രി യുസ്ര, പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ അതിന് സൗകര്യങ്ങളുമുണ്ട്, തങ്ങൾ മുന്നോട്ട് നീക്കോളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇതേ വറഫഅനാലക ദിക്റക എന്ന സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? നബിയെ ഹംദുൽ ആലമ ബിഅത്ബായി. ആദ്യം ഇമാം റാസി പറഞ്ഞു, ഈ വറഫഅനാലക ദിക്റക എന്ന് അല്ലാഹു തആല പറഞ്ഞത്
ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ എന്ന ആയത്ത് അദ്ദേഹം ഇതിന്റെ വ്യാഖ്യാനമായി കൊണ്ടുവരുന്നു. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, തീർച്ചയായും വിശ്വസിക്കുകയും സുഹൃതങ്ങൾ നിർവഹിക്കുകയും ചെയ്ത മഹാത്മാക്കൾ സയ്യജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അവർക്ക് വേണ്ടി പ്രത്യേക സ്നേഹം അല്ലാഹു തആല ഏർപ്പാട് ചെയ്യും. അത് ആ വകുപ്പിൽ ഏറ്റവും ഉയർന്നവർ ആരോ അവർക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ, ഔലിയാക്കന്മാർക്ക് അവരോട് അർഹിക്കും വിധത്തിൽ, അതിൽ ഉയർന്നവർക്ക് അവരോട് അർഹിക്കും വിധത്തിൽ, അമ്പിയാക്കന്മാർക്ക് അവരോട് അർഹിക്കും വിധത്തിൽ, അതിൽ ഏറ്റവും ഉയർന്നവർക്ക് ആ നിലക്ക് അല്ലാഹു തആല സ്നേഹം നൽകും. അവർക്ക് വേണ്ടി ലോകം ജയിക്കും. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അവർക്ക് പ്രത്യേകമായ സ്നേഹം അല്ലാഹു തആല കരുതി വെക്കും. ലോകം മുഴുവനും അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഒരർത്ഥം. മറ്റൊരർത്ഥവും പറയാം, അല്ലാഹു തആലയോട് അവർക്ക് ഏറ്റവും വലിയ സ്നേഹമാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതാകട്ടെ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല മറ്റുള്ള സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ സ്നേഹം ജനിപ്പിക്കുന്നു, ഉയർത്തുന്നു, വളർത്തുന്നു. ഈ പറഞ്ഞതാണ് ഇതിന്റെ ഉള്ളടക്കം. എന്നിട്ട് ഇമാം റാദി പറയുന്നു, ഇതിന്റെ വിശദമായ അർത്ഥങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നബിയെ, ഞാൻ ഇതാണ് പറയുന്നത്, അഥവാ അംദുൽ ആലമ ബിഅത്ബായിക, നിങ്ങളുടെ അനുയായികളെ കൊണ്ട് ഈ ലോകത്തെ ഞാൻ നിറക്കും. ലോകത്തിന്റെ റയീസാണെന്ന് നാം പറഞ്ഞില്ലേ, ലോകത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു. ഈ ലോകത്തെ മുഴുവനും നിങ്ങളുടെ അനുയായികളെ കൊണ്ട് നാം നിറക്കും. അംദുൽ ആലമ ബിഅത്ബായിക, താങ്കളുടെ അനുയായികളെ കൊണ്ട് ലോകത്തെ നാം നിറക്കും. കുല്ലുഹും യുസ്നൂന അലൈക, എല്ലാവരും നിങ്ങളുടെ സ്തുതിഗീതങ്ങൾ പറയും, എല്ലാവരും നിങ്ങളെ പാടിപ്പുകഴ്ത്തും, എല്ലാവരും നിങ്ങളുടെ മധുകൾ പറയും, എല്ലാവരും നിങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. ഇവിടെ കൊള്ളാം, ഇത് തരക്കേടില്ല എന്ന അർത്ഥത്തിൽ ലോകത്തെ മുഴുവനും ഇങ്ങോട്ട് ക്ഷണിക്കും. കുല്ലുഹും യുസ്നൂന അലൈക ബലിൽ ഉലമാഉ വസ്സലാത്തീൻ യസ്ലൂന ഇലാ ഖിദ്മതിക് എന്ന് വേണ്ട നബിയെ, ലോകത്ത് വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ ചക്രവർത്തിമാരുമൊക്കെ യസ്ലൂന ഇലാ ഖിദ്മതിക, നിങ്ങളെ പരിചരിക്കാൻ, നിങ്ങളെ തലോടാൻ, നിങ്ങളെ ദർശിക്കാൻ, നിങ്ങളുടെ അനുഗ്രഹം പറ്റാൻ, നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ വന്നുകൊണ്ടിരിക്കും. ബലിൽ ഉലമാഉ വസ്സലാത്തീൻ യസ്ലൂന ഇലാ ഖിദ്മതിക. മാത്രമല്ല വയുനാദൂനക മിൻ വറാഇ ഹുജ്റതിക, നിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവർ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങേ വിളിക്കുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു, അങ്ങേക്ക് സലാം പറയുന്നു, സ്വലാത്ത് നൽകുന്നു. ഇതാണ് നബിയുടെ അർത്ഥം. ബലിൽ ഉലമാഉ വസ്സലാത്തീൻ യസ്ലൂന ഇലാ ഖിദ്മതിക. അവിടെയും അവസാനിക്കുന്നില്ല. ഇമാം റാദി പറയുന്നു, എന്ന് വേണ്ട, വയംതഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക, വയംതഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക. നബിയെ, താങ്കളുടെ റൗളയിലുള്ള ആ മൺതരികൾ അവർ ചുംബിക്കുന്നു. താങ്കളുടെ ആ റൗള ഷരീഫിലുള്ള മൺതരികൾ അവർ ചുംബിക്കുന്നു. വയംതഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക, ആ റൗളയിലെ മണൽപ്പരപ്പിൽ മുഖം വെച്ച് അവൻ അനുഗ്രഹീതരാകുന്നു. ആ മണൽപ്പരപ്പ്, ആ മണൽ അവർ ചുംബിക്കുന്നു, അവിടുത്തെ മണ്ണിനെ അവർ ചുംബിക്കുന്നു. ഇതാണ് ഇവിടെ കാണാൻ പോകുന്നത്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വയംതഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക ഫശറബുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ. അവിടുന്ന് സയ്യിദുൽ ആലമാൻ, അവിടുന്ന് റയീസുൽ ആലമാൻ. അതുകൊണ്ട് ആലം ഖിയാമത്ത് നാൾ വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവിടത്തെ ഈ മഹത്വം, അവിടത്തേക്ക് ഇങ്ങനെ ലോകമെല്ലാം അർപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോക കീർത്തന പതാകയുടെ വാഹകൻ, ലിവാഉൽ ഹംദിന്റെ വാഹകൻ, പരലോകത്തിന്റെ പ്രോദ്ഘാടനം, പതാക ഉയർത്തലുണ്ടല്ലോ. ലോകത്തിന്റെ ഒരു പുതിയ ലോകമാണ് അവിടെ. ആ പുതിയ ലോകത്തിന്റെ പുതിയ കാഴ്ചപ്പാട്, പുതിയ ലോകത്തിന്റെ പുതിയ അനുഭവങ്ങൾ, ആ പുതിയ ലോകത്തിന്റെ പതാകവാഹകൻ
സയ്യിദു സാദാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നബിയുടെ കീർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. മറ്റുള്ളതെല്ലാം അതിൽ ലയിച്ചു ചേരും. മറ്റുള്ളതൊക്കെ അതിൽ ലയിച്ചിരുന്നു. ഇപ്പോ പലരും പല ഭാഗത്തിരുന്ന് അവരുടെ പ്രവാചകന്മാരൊക്കെ പുകഴ്ത്തുന്നു. എന്നാൽ അന്ത്യനാൾ ആ കീർത്തന പതാക വഹിച്ചു, പരലോകത്തിന് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം പാവികൾ എല്ലാവരും പ്രവാചകന്മാരെ സമീപിച്ചു. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിലേക്ക് വിടുമ്പോൾ അവിടെ എല്ലാവരും മുഹമ്മദ് നബി അന്ത്യപ്രവാചകൻ അവിടെയുള്ള ആള് ഈ ശഫാഅത്തിനുള്ള വോട്ട് ലഭിച്ചത് മുഹമ്മദ് നബിയാണ്. ആ വോട്ട് നൽകിയത് മുഹമ്മദ് നബിയാണ്. അതിന് പടച്ചവന്റെ മുന്നിലെത്തിയത് എന്ന് എല്ലാവരും പറയും. അപ്പോഴും നിങ്ങളുടെ നാമം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ആ മഹത്വം അവിടെയും നാം ഉയർത്തി കാണിക്കുന്നു. ശഫാഅത്തിന്റെ ഹദീസ് പരിശോധിച്ചാൽ കാണാം. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഈ ലോകത്ത് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ സ്വാഭാവികമായും ചെയ്യാറുള്ളത് അവരിൽ പ്രധാനപ്പെട്ട അവരുടെ നേതാക്കന്മാരായ, അവരുടെ പണ്ഡിതന്മാരായ, അവരുടെ ഭരണാധിപന്മാരായ ആളുകളെ സമീപിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇത് ലോകത്തിന്റെ വ്യവസ്ഥയാൽ ഓരോ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാലത്തെ നേതാക്കളെ സമീപിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ലോകത്ത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഖുർആനിക നിർദ്ദേശമാണ്, എല്ലാ മതങ്ങളുടെയും നിർദ്ദേശമാണ്. അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ജനങ്ങളെല്ലാം പ്രവാചകന്മാരെ സമീപിക്കുന്നത്. ആദം നബിയെ സമീപിക്കുന്നു, നൂഹ് നബിയെ സമീപിക്കുന്നു, ഇബ്രാഹിം നബിയെയും എല്ലാവരെയും സമീപിക്കുന്നു. അവരെല്ലാം പറഞ്ഞു വിടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മശ്റയിൽ നിന്ന് ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവിടെ സഹിക്കാൻ ജനങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന് മുമ്പിൽ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദായി വീഴുന്നു. ആദ്യം സുജൂദായി വീഴുന്നു. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്നത് പോലെ, ഇർഫഅ റഅസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല പൊക്കൂ, നിങ്ങൾ തല ഉയർത്തൂ. നിങ്ങൾ തല ഉയർത്തേണ്ട ദിവസമാണിന്ന്. നിങ്ങൾ ലോകത്തിന് മുമ്പാകെ, ഇഹലോകമല്ല പരലോകവുമല്ല, രണ്ട് ലോകത്തിനെയും മുമ്പാകെ നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ദിവസമാണ് ഇന്ന്. നിങ്ങൾ തല താഴ്ത്തേണ്ടതല്ല, നിങ്ങൾ ഉയർത്തിയതാണ്. അതൊന്ന് ഉയരേണ്ട ദിവസമാണ്. മുഹമ്മദ്, തല ഉയർത്തണം. എന്നതിന്റെ അവസാനത്തെ പൊരുളാണ് പ്രകടമാകാൻ പോകുന്നത്. ദിക്റക്കിന്റെ പൊരുൾ ഈ ലോകം മുതൽക്ക് അത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തതും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന ദിശയിലുള്ള അതിന്റേതായ ഉഗ്രശിഖരത്തുള്ള ഒരു പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് താങ്കൾ തല ഉയർത്തു. മുഹമ്മദ് താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. താങ്കൾ പറഞ്ഞോളൂ, കേട്ടിട്ട് ഇതിൽ കൂടി അങ്ങോട്ട് വിടാനല്ല. അതല്ല അതിന്റെ അർത്ഥം. താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. ആരെക്കുറിച്ചൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞോളൂ, വേണ്ട പോലെ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പറയാനുണ്ടോ എല്ലാം പറഞ്ഞോളൂ, എല്ലാം നടക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തിന്റെ കവാടം ലോകത്തിന് തുറന്നു കൊടുക്കുന്നത്. പിന്നീടാണ് പ്രവാചകന്മാർ വരുന്നത്, ശഫാഅത്ത് ചെയ്യുന്നത്. അങ്ങനെ ഫശഫഅത്തിൽ മലായിക വശഫഅൻ നബിയ്യൂൻ വശഫഅൽ മുഅ്മിനൂൻ, മാലാക്കന്മാർ അവിടെ ശഫാഅത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ചെയ്യുന്നു, ആ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഔലിയാക്കന്മാർ ശഫാഅത്ത് ചെയ്യുന്നു. വശഫഅൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു എന്ന് ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച സ്വഹീഹ് ഹദീസല്ലേ. അവരും ചെയ്യും. അത് പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ അവരുടേതായ അനുയായികൾക്ക് അവരുടേതായ തുടർച്ചയാണ്. ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ആ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്കും ലഭിക്കും. അത് നിഷേധിക്കാൻ കഴിയില്ല. അതാണ് തുടർച്ച എന്ന് പറയുന്നത്. പ്രവാചകന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ
പ്രവാചകൻ നമസ്കരിച്ചതുപോലെ നമസ്കരിച്ചു, പ്രവാചകൻ ഖുർആൻ ഓതിയതുപോലെ ഓതി. ഇത് മാത്രമല്ല തുടർച്ച. ആ നിലക്കുള്ള തുടർച്ചയിൽ പ്രവാചകന്റെ പ്രവാചകത്വം ഇവർക്കില്ല എന്നേ ഉള്ളൂ. അതേ സമയത്ത് ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട വിലായത്ത്, അള്ളാഹുമായുള്ള സമീപം, അത് അവിടുത്തെ അനുയായികളായ ഔലിയാക്കന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഷഫാഅൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്. അവിടെ അള്ളാഹു തആല ഉപയോഗിച്ച ഭൂതകാലക്രിയയാണ്. എന്ന് വെച്ചാൽ ആ രംഗത്തുള്ളവർക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു മുഅ്മിനീങ്ങളൊക്കെ ഷഫാഅത്ത് ചെയ്തു എന്നുള്ളത്. മുഅ്മിനീങ്ങളൊക്കെ ഷഫാഅത്ത് ചെയ്തു കഴിഞ്ഞു എന്ന് ആ രംഗത്തുള്ളവർക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് ആ സഭ പിരിയുന്നത് എന്നാണ് ഈ പറയുന്ന ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ തുടർച്ചയുണ്ടെങ്കിൽ അമ്പിയാക്കളുടെ തുടർച്ചയിൽ ഔലിയാക്കൾക്കും അത് ലഭിക്കുന്നു. മുരീദി തമസ്സക് ബി വകും ബി വാസിക അഹ്മിക ഫിദ്ദുനിയ വയൗമിൽ ഖിയാമത്തി. എന്റെ മുരീദേ, എന്റെ ശിഷ്യ, എന്നെ പിടിച്ചോ, നീ എന്നെ പിടിച്ചോ. അഹ്മിക ഫിദ്ദുനിയ വയൗമിൽ ഖിയാമത്തി, ദുനിയാവിലും ഖിയാമത്ത് നാളിലും ഞാൻ നിന്നെ രക്ഷിക്കാം. ഈ പറഞ്ഞതിന്റെ തുടർച്ചയാണ് പ്രവാചകൻ. ഈ പറഞ്ഞ പ്രവാചകന് ശഫാഅത്തുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ തുടർച്ചയാണ്. പ്രവാചകൻ ചെയ്ത ശേഷമല്ലാതെ, അത് ഉദ്ഘാടനം ചെയ്ത ശേഷമല്ലാതെ മറ്റുള്ളവർ അതിലേക്ക് കടക്കില്ല. അഹ്മിക ഫിദ്ദുനിയ വയൗമിൽ ഖിയാമത്തി. എല്ലാ ഓലികളും അവരെ നബി വാശി, ഞാനെന്റെ സീബാവ കാൽവാശി എന്നോവർ. എല്ലാ ഔലിയാക്കളും അവരവരുടെ പ്രവാചകന്റെ തുടർച്ചയിലാണ്. ഞാൻ എന്റെ പിതാമഹനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടർച്ചയിലാണ്. അതുകൊണ്ട് ആ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ എനിക്കും പലതും ഇവിടെ ചെയ്യാൻ കഴിയും. പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. അത് ആ തുടർച്ചയാണ്. ആ തുടർച്ച കൊണ്ടാണ്, ആ ലേബലിലാണ്. സ്വന്തമായി ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെ അവിടെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുമ്പാകെ ഉയർന്നു നിൽക്കുന്നതായി ഇനി ഭൗതിക ലോകമായാലും പാരത്രിക ലോകമായാലും മുഹമ്മദ് നബിയേക്കാൾ വലിയ ഒരാളില്ല എന്ന് ലോകം അവിടെ മനസ്സിലാക്കുന്നു. ഉറഫഅനാലക ദിക്റൻ. അതുകൊണ്ട് ഫൈനമാൽ ഉസ്രി യുസ്ര, ഇന്നമാൽ ഉസ്രി യുസ്ര, ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. നബിയെ, ഏതൊരു ദീനീ പ്രവർത്തനമാണെങ്കിലും അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിച്ചിരിക്കണം. മരണം വരെ പ്രവർത്തന നിരതമായിരിക്കണം. ഫൈദാ ഫറഗ്ത ഫൻസബ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു കാര്യം ചെയ്തിരിക്കണം. ഒരു സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കില്ല. സമ്മേളനം കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ടായിരിക്കും, പ്രാവർത്തികമാക്കാനുണ്ടായിരിക്കും. പിന്നെ സമ്മേളനങ്ങൾ വരും. അങ്ങനെ എന്നും നിരന്തരമായ പ്രവർത്തന നിബിഡമായ അവസ്ഥയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. വഇലാ റബ്ബിക ഫർഅബ്. ഏത് പ്രവർത്തനമുണ്ടായാലും അതിന്റെ എല്ലാം ഗുണകാംക്ഷ, അതിന്റെ എല്ലാം പ്രതീക്ഷ അള്ളാഹുവിലേക്കായിരിക്കണം. എല്ലാം അള്ളാഹുവിലേക്കായിരിക്കണം. ഭൗതിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു തആല ഈ അലം നശ്റഹ് എന്ന ആ ചെറിയ സൂക്തം, ചെറിയ അധ്യായം അള്ളാഹു തആല അവസാനിപ്പിക്കുക. ഈ ഒരൊറ്റ അധ്യായം നാം വിലയിരുത്തുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര്, തങ്ങൾക്ക് ഈ ലോകവുമായുള്ള ബന്ധം എന്ത് എന്നൊക്കെ വളരെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ തുടർച്ച കൊണ്ട് ശേഷമുള്ളവർക്കും പലതും ചെയ്യാൻ സാധിക്കുമെന്ന്. നബിക്ക് ഈ തുടർച്ച എവിടെ നിന്ന് ചോദിച്ചാൽ മുൻ തുടർച്ചയാണ്. ആ മുൻ തുടർച്ചയിൽ മുൻ പ്രവാചകന്മാർക്ക് ലഭിച്ചെങ്കിൽ നബി ലോകത്തിന്റെ നേതാവായതിനാൽ അതും ഏറ്റവും ഉയർന്ന തരത്തിൽ നബിക്ക് ലഭിക്കുന്നു എന്ന് മാത്രം. എല്ലാ ലോകവുമായി ബന്ധപ്പെടാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള, അതാണല്ലോ വേണ്ടത്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള ബന്ധമാണ്. ജനങ്ങൾക്ക് ദൈവീകമായ സന്ദേശങ്ങൾ നൽകുക, അതിൽ ജനങ്ങൾക്ക് അവരുമായും അവർക്ക് ജനങ്ങളുമായും ബന്ധപ്പെടാൻ സാധിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം നമുക്കറിയാമല്ലോ. കഅബ നിർമ്മിച്ചു. അങ്ങനെ കഅബയിലേക്ക് ക്ഷണിക്കാൻ, ലോകത്തുള്ള ജനങ്ങളെല്ലാം ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൽപ്പന കൊടുത്തു. ഇബ്രാഹിം നബി ജനങ്ങളുടെ ഇമാമാൻ,
ഇന്നീ ജായിലുക ലിന്നാസി ഇമാമ, ജനങ്ങളുടെ ഇമാമാണ്. ഖിയാമത്ത് നാൾ വരെ വന്ന ആളുകൾക്കെല്ലാം, അള്ളാഹുവിന്റെ റസൂലിനടക്കം ഉള്ളവർക്കെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇമാമാണ്. ഇന്നീ ജായിലുക ലിന്നാസി ഇമാമ. എന്നാൽ ഇബ്രാഹിം നബിയുടെ ആചാരകാര്യങ്ങളെല്ലാം പിന്നീടുള്ള എല്ലാവർക്കും ബാധകമല്ല. അതേ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച കഅബ, ആ കഅബയിൽ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക, ഉംറ നിർവഹിക്കുക എന്നുള്ളത് ലോകത്തിന് ആകമാന നിയമമാണ്. ലോകത്തിന്റെ ഇമാമായ അല്ലാഹു തആല നിയോഗിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു ആ കഅബയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ. അത് അദ്ദേഹത്തിന്റെ അധികാരമാണ്. അങ്ങനെ ലോകം അവസാനിക്കുന്നതുവരെ ഇവിടെ ഹജ്ജും ഉംറയും ചെയ്യാവുന്ന ആളുകളെല്ലാം വിളിക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ ഞാൻ വിളിക്കും അല്ലാഹുവേ? എനിക്ക് അങ്ങനെ എങ്ങനെ അവരെ വിളിച്ച് കേൾപ്പിക്കാൻ സാധിക്കും? അവരെങ്ങനെ കേൾക്കും? ഞാനെങ്ങനെ വിളിക്കും? അവരിനി കേൾക്കാൻ അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ കഴിഞ്ഞാൽ തന്നെ എന്റെ വിളി അങ്ങനെ വിളിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇനി എനിക്ക് വിളിക്കാൻ സാധിച്ചാൽ അവർക്കത് കേൾക്കാൻ സാധിക്കുമോ? ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ വിളിച്ചോളൂ. കേൾപ്പിക്കുന്ന കാര്യം അത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞാൽ അത് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഞാനാണ്, അത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് വിളിക്കുന്നത്. അബൂ ഖുബൈസ് കുന്നിൽ കയറിയത് അവിടെ കയറി വിളിച്ചാൽ എല്ലാ ലോകം കേൾക്കുമെന്നല്ല, അത് അവരുടെ ശൈലിയായിരുന്നു. അവരുടെ ശൈലിയാണ്. പ്രധാന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അബൂ ഖുബൈസ് കുന്നിൻ മുകളിൽ കയറി വിളിച്ചു പറയും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അബൂ ഖുബൈസ് കുന്നിൽ കയറി വിളിച്ചു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജു, ജനങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് ഹജ്ജ് ഫറളാക്കി, നിങ്ങൾ എല്ലാവരും ഹജ്ജിന് വരണം. അല്ലാഹു തആല കേൾപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെ ഹജ്ജിന് വരുന്നവരും ഉംറയ്ക്ക് വരുന്നവരും കേട്ടു. അവർ ഉത്തരം നൽകി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറഞ്ഞു എന്നല്ലേ. ഇതുമായി ബന്ധപ്പെട്ട വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം തറപ്പിച്ചു പറഞ്ഞത്. ആർക്കും അതിൽ സംശയമില്ല, എല്ലാവരും തറപ്പിച്ചു പറഞ്ഞു. ഇത് അതേ തുടർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉയർന്ന രൂപത്തിൽ തന്നെ അല്ലാഹു തആല അവിടുത്തെ വഫാത്തിന് ശേഷവും കേൾക്കുന്നു. ഇബ്രാഹിം നബിയുടെ സംഭവം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലാണ് എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹ് ഖബറിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഇമാം ബുഖാരി പറയുന്നല്ലോ. ഓരോ മുസൽമാനും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ റസൂലുള്ളാഹ് പ്രത്യക്ഷപ്പെടുന്നു. മലക്ക് ചോദിക്കുന്നു, ഈ ആളാരാൻ? അപ്പൊ വിശ്വാസി പറയുന്നു, അത് മുഹമ്മദ് നബിയാണ്, ഞങ്ങൾക്ക് വന്ന പ്രവാചകനാണ്. ഇയാൾ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബിയെ? ഇല്ല. അത് മനസ്സിന്റെ ബന്ധമാണ്. മറ്റൊന്ന്, പിന്നെ അവിടെ കടന്നു വരാൻ ഈ ഓർഡറിലല്ലാതെ വേറൊരു ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ ദിക്ർ അവിടെയും ഉയർത്തി. വറഫൈനാ ലക ദിക്റക എന്ന് പറഞ്ഞ ആ സ്മരണ, ആ റസൂലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആദർശബോധം അത് അവിടെയും അല്ലാഹു തആല സ്ഥാപിക്കുകയാണ്. അവിടെ മുങ്കർ നക്കീറിനല്ലാതെ വേറെ ആർക്കും അവിടെ ആ സമയത്ത് കടന്നു വരാൻ കഴിയില്ല. അപ്പൊ പിന്നെ മൂന്നാമതൊരാൾ വരുന്നത് തീർച്ചയായും അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അങ്ങനെ ഖബറിൽ വരുന്നു, ഖബറാളിയുമായി ബന്ധപ്പെടുന്നു, ഖബറാളി കാണുന്നു, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും വഫാത്തിന് ശേഷവും കേൾപ്പിക്കുന്നു, ഇങ്ങോട്ട് കേൾക്കുന്നു. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തുടർച്ചയാണ്. പക്ഷേ ഏറ്റവും ഉയർന്ന തുടർച്ച അല്ലാഹു തആല കേൾപ്പിക്കുകയാണ്. ഈ കേൾപ്പിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെല്ലാം മനസ്സിന്റെ ശക്തി ആവശ്യമാണ്. മനസ്സ് തുറക്കണം. മനസ്സാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അടിസ്ഥാനം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, അതെല്ലാം മനസ്സാണ് അതിന്റെ എല്ലാം കേന്ദ്രം. മനസ്സ് തുറന്നാൽ, മനസ്സ് അതിന്റെ രൂപത്തിൽ പ്രവർത്തിച്ചാൽ, ശക്തി പ്രാപിച്ചാൽ എല്ലാം ഒരുപോലെയാണ്. അങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കന്മാരും ഈ തുടർച്ചയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം ഷെയ്ഖ് റിഫായിയെ സംബന്ധിച്ച് പറഞ്ഞ് നമുക്കറിയാമല്ലോ, അല്ലാഹുടെ ഏകൽ കുറുതി പറയുമ്പോൾ ലോകത്തിൽ എല്ലാവരും കേൾക്കുമാറുന്നു. അവർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ഉറുതി പറയുമ്പോൾ ലോകത്ത് എവിടെയെല്ലാം ആരെല്ലാം അത് കേൾക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, അവരെല്ലാവരും കേൾക്കുന്നു. അല്ലാഹുടെ ഏകൽ കുറുതി പറയുമ്പോൾ ലോകത്തിൽ എല്ലാവരും കേൾക്കുമാറുന്നു അവർ. എന്നിട്ട് കവി പറയുന്നു,
അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, കേൾക്കോ കേൾക്കില്ലേ എന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് കവി പറയാ ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്മാലൂടെ അവൻ കേൾപ്പിക്കും എന്നോവർ. അന്ന് എതിർപ്പില്ല. അന്ന് ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഉപ്പാപ്പമാരും ഉമ്മാമമാരെ കല്യാണം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പിന്നല്ല അവർ ജനിക്കുന്നത്. അന്നാണ് ഈ മാലയിൽ പറയുന്നത്. അപ്പൊ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വളരെ അടിവരയിട്ട് പറഞ്ഞവരാ. അള്ളാഹുടേകൾക്കു റുതി പറയുമ്പോൾ ആലത്തിലെല്ലാരും കേൾക്കുമാറുന്നവർ ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്മാലുടെയോവൻ കേൾപ്പിക്കുമെന്നവർ. ഹജ്ജിന് വേണ്ടി ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചപ്പോൾ ആ വിളി യഥാർത്ഥത്തിൽ കേൾപ്പിച്ചത് അല്ലാഹുവാൻ. അതുപോലെ റിഫായി ഷേഖ് വിളിക്കുമ്പോൾ എല്ലാവരും കേൾക്കും. ആ തുടർച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടർച്ച ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നബി പറഞ്ഞോളൂ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. എന്നാൽ എനിക്ക് മാത്രമുള്ള മാർഗമല്ല. ഇതിന്റെ ഗുണഗണങ്ങൾ, ഇതിന്റെ ആനുകൂല്യങ്ങൾ എനിക്ക് മാത്രം പറ്റാനുള്ളതല്ല. ഹാദിഹി സബീലി, ഇത് ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവരുന്ന മാർഗമാണ്. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവർക്കും ഒരുപോലെ ഒരേ കാഴ്ചപ്പാട്, ഒരേ സിദ്ധാന്തം, ഒരേ കാഴ്ചപ്പാടിൽ ഞാനും എന്റെ അനുയായികളും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ ഓതൊക്കെ അവർക്ക് അവകാശപ്പെടാം. അതാണ് മഹാനായ റിഫായി ഷേഖ് അവറുകൾ ലോകത്ത് മുഴുവനും കേൾപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഈ തുടർച്ച കൊണ്ട് എല്ലാം നേടും. നബി നിസ്കരിച്ചത് പോലെ നിസ്കരിക്കുക, നബി ഖുർആൻ ഓതിയതുപോലെ ഖുർആൻ ഓതുക. ഇത് മാത്രമല്ല തുടർച്ച. നബിയെ തുടരുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തുടർന്ന് നബിയുടെ ഏറ്റവും അടുത്ത ആളാവുക, നബിയുടെ ആദർശം പൂർണ്ണമായി ഉൾക്കൊള്ളുക. നബിയാകാൻ കഴിയില്ല, അത് പ്രത്യേകിച്ച് അല്ലാഹു ആക്കണം. അതേ സമയത്ത് വിലായത്ത്, നുബുവത്ത്, വിലായത്ത് രണ്ടാണ്. നുബുവത്ത് എന്നത് ജനങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ലാഹു തആല നൽകുന്ന മഹത്വമാണ്. അതൊരു പ്രത്യേക മഹത്വമാണ്. വിലായത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുമായുള്ള സാമീപ്യമാണ്. ഈ അല്ലാഹുമായുള്ള സാമീപ്യം അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ഉയർന്നവർക്കാണ് നുബുവത്ത് നൽകുന്നത്. അപ്പൊ നുബുവത്ത് എന്ന ആ സാമീപ്യം, ആ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്യാൻ പ്രാവർത്തികമാക്കാനുള്ള ശക്തിവിശേഷം മഹത്വവുമായി അള്ളാഹു തആല നൽകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ, അവര് പ്രവാചകന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അവരുടെ ഹൃദയവും വിശാലമാണ്. അവരുടെ ഹൃദയം വിശാലമാണ്. നമുക്കറിയാമല്ലോ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മദീന പള്ളിയിൽ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുതുബ എവിടെ കേട്ടു? ഇറാനിലെ ഗ്രാമപ്രദേശമായ ഹമദാൻ പഞ്ചായത്തിൽ ഉള്ള നുഹാബന്ദി എന്ന സ്ഥലത്ത് അപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ശത്രു സൈന്യത്തിന്റെ മേധാവിയായ സാരിയ, അദ്ദേഹം സഹാബിയാണ്, അതല്ല താബിയാണെന്ന് പറയുന്നു. ഏതായിരുന്നാലും ശരി, തുടർച്ച വരുമ്പോ അത് അന്ത്യനാൾ വരെയുള്ളവർക്ക് ആ തുടർച്ച ലഭിക്കും. അവിടെ സഹാബിയാകണമെന്നില്ല, താബിയാകണമെന്നില്ല, താബിയാകണമെന്നില്ല. ഖിയാമത്ത് വരെ അത് ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ തുടർച്ചയാണ്, ആ ബന്ധമാണ്, ആ കണക്ഷനാണ്. ആ കണക്ഷൻ, ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ തൊട്ടടുത്തുള്ളവർക്ക് ലഭിക്കും. അവിടുന്ന് എത്രയോ കിലോമീറ്ററുകൾ അവിടെ അപ്പുറമുള്ളവർക്കും അതിന്റെ കണക്ഷൻ ലഭിക്കും. അവിടെയും കത്തുന്നതൊക്കെ ഒരൊറ്റ സെക്കൻഡിലായിരിക്കും. ചിലപ്പോൾ നോക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം ഒറ്റ സെക്കൻഡിലായിരിക്കും കത്തുന്നത്. പക്ഷെ അവസാനത്തേത് കത്തുന്നത് ആദ്യവുമായുള്ള ബന്ധം കൊണ്ടാണ്. അത് നമുക്ക് വേറെ ആലോചിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരിയക്ക് നിർദ്ദേശം നൽകുന്നു, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക്. സാരിയ അൽ ജബൽ, പർവ്വതത്തിന്റെ പിൻവശത്തു കൂടി ശത്രുക്കൾ വരുന്നു, ശ്രദ്ധിക്കണം. നോക്കുമ്പോൾ ആ ഭാഗത്തുകൂടി ശത്രുക്കൾ വരുന്നു. ഉടനെ ആ ഭാഗത്തേക്ക് പട്ടാളത്തിൽ നിയോഗിച്ചു. ശത്രുക്കളെ തുരത്തി, യുദ്ധം വിജയിച്ചു. പിന്നീട് സഹാബാക്കൾ പറയുന്നു, യുദ്ധമെല്ലാം വിജയിച്ച ശേഷം ഞങ്ങൾ ചർച്ച ചെയ്തു,
അപ്പോഴാണ് ഉമറുൽ ഫാറൂഖിന്റെ അതേ ശബ്ദം, ഉമറുൽ ഫാറൂഖിന്റെ വിളി, അദ്ദേഹത്തിന്റെ അതേ ശബ്ദം, സൗത്ത ഉമർ, ഉമറിന്റെ ശബ്ദത്തെ കേട്ടു, ബിസ്ല സൗത്ത് ഉമർ, ഉമറിന്റെ ശബ്ദം പോലുള്ള ശബ്ദത്തെ കേട്ടു എന്നൊക്കെ അവർ പറയുന്നു. ഈ ആശയവിനിയമം എങ്ങനെ? ആ ആശയം അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സിന്റെ എക്സ്ചേഞ്ച്, അല നഷറ ലക സദ്റക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ എക്സ്ചേഞ്ച്, വാർത്താ വിതരണ പ്രസരണ ശേഷി. പറയില്ല നമ്മളെ സാധാരണ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ, ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രസരണ ശേഷി വർദ്ധിപ്പിച്ചു. ആദ്യം 100 ആളുകൾക്കായിരുന്നു, പിന്നീട് 1000 ആളുകൾക്കായി, പിന്നീട് 10,000 ആളുകൾക്കായി. ഇങ്ങനെ അതിന്റെ പ്രസരണ ശേഷി വർദ്ധിപ്പിക്കാം. ഇതുപോലെ ലോകത്തെ മുഴുവനും കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ താങ്കളുടെ ഹൃദയത്തിന്റെ പ്രസരണശേഷി നാം വർദ്ധിപ്പിച്ചില്ലയോ? ആ പ്രസരണശേഷി അതേ കണക്ഷനിലൂടെ ഉമറുൽ ഫാറൂഖിന് ലഭിച്ചു. അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു 1000-ലേറെ കിലോമീറ്ററുകൾ, മൈലുകൾ അപ്പുറത്തുള്ള നഹാബന്ദിൽ സാരിയക്ക് നിർദ്ദേശം നൽകുന്നത്. സാരിയ അത് കേട്ടു. ഇവിടുന്ന് കൊടുത്താൽ പോരാ, അവിടെ കേൾക്കണം. അതിനുള്ള വൈദ്യുതി, അതിനുള്ള ശക്തിയും അതിനുള്ള തുറത്ത് അവിടുത്തെ ഹൃദയത്തിനും വേണം. ഇങ്ങനെയാണ് യുദ്ധം വിജയിക്കുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതെല്ലാമാണ് അല്ലാഹു തആല ഹൃദയം തുറക്കും. ഇതെല്ലാം റസൂലുള്ളാഹിന്റെ ഹൃദയം തുറന്നതിന്റെ ഭാഗമാണ്. ലോകത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകവുമായി ബന്ധപ്പെടുത്തണം. പിന്നെ അത് നമുക്ക് അവിടെ മനസ്സിലാകുന്ന സംഗതിയല്ലേ. ലോകവുമായി എല്ലാം ഒരേ വിധത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുക. അവിടെ സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെടുന്നു, ഉമറുൽ ഫാറൂഖുമായി ബന്ധപ്പെടുന്നു. പല സംഗതികളും സഹാബാക്കളുടെ കൂട്ടത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന അതിൽ കാണാം, സിദ്ദീഖ് എന്നവർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇല്ലെങ്കിൽ തന്നെ റസൂലുള്ളാഹി പറയും, ഒരു പുതിയ സംഭവം പറഞ്ഞതായിരിക്കും, ഒരു അത്ഭുത സംഭവം പറഞ്ഞതായിരിക്കും. റസൂലുള്ളാഹി പറയും, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിലൊക്കെ വലിയ അത്ഭുതമല്ലേ, എന്നാൽ ഞാനും അബൂബക്കറും ഉമറും ഇത് വിശ്വസിക്കുന്നു. ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. പല സംഭവങ്ങളും പറഞ്ഞാൽ, ഉദാഹരണമായി പറഞ്ഞാൽ, ഒരിക്കൽ ഒരാൾ ഒരു കാളയെ തൊളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കുറച്ച് അകലമുണ്ട് വയലിലേക്ക് പോകാൻ. അയാൾ കാളയുടെ പുറത്ത് കയറി. അപ്പൊ കാള തിരിഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങളെ പുറത്ത് കയറാൻ പറ്റില്ല, അതിനെല്ലാം ഞങ്ങൾ തെറ്റിക്കപ്പെട്ട്. ഇവിടെ ആരെങ്കിലും കാളപ്പുറത്ത് കയറുന്നുണ്ടോ? കുതിരപ്പുറത്ത് കയറാന്നല്ലാതെ, കഴുതപ്പുറത്ത് കയറാന്നല്ലാതെ കാളന്റെ പുറത്ത് കയറാറില്ല. അത് ഞങ്ങളുടെ സ്വഭാവമല്ല. ഞങ്ങളുടെ പണി ഞങ്ങൾ എടുക്കും, പക്ഷെ ഇങ്ങനെയുള്ള ഈ ഓവർ ടൈം ഉണ്ടല്ലോ, അത് നടക്കില്ല. അങ്ങനെ കാള സംസാരിച്ചു. സഹാബാക്കൾ ഇത് കേട്ടപ്പോ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ബക്കറത്തുന്റെ തക്കല്ലമു, പശു ഇങ്ങനെ സംസാരിക്കുകയോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് അത്ഭുതം, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസം, എന്നാൽ ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. അനാ ഊമിനു ബിഹി വ അബൂബക്കറും ഉമർ, ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. ഒമാഹുമാസം, അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. ബുഖാരിയും മറ്റും പറയുന്നു, ഒമാഹുമാസം, അവിടെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി ഈ പുതിയ സംഭവം അത്ഭുതമായി പറഞ്ഞു. എന്നിട്ട് പറയാ, ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. ഇതെങ്ങനെ? അതുപോലെ മറ്റൊരു സംഭവം, ഒരാൾ ആട്ടിടയൻ ആടിനെ മേക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു ചെന്നായ ചാടി വീണ് ഒരാട്ടിനെ പിടിക്കുന്നു. ഉടനെ ഇടയൻ അവന്റെ വടിയുമായി ചെന്ന് ചെന്നായെ ആട്ടി ഓടിക്കുന്നു. അപ്പോൾ ചെന്നായ സംസാരിക്കുന്നു, എടാ, നീ ഇപ്പോൾ എന്നെ ആട്ടി വിരട്ടി ഓടിക്കുന്നു അല്ലേ? ഇനി ഇതൊന്നും നോക്കാൻ ആളില്ലാത്തൊരു കാലം ഇവിടെ വരാനുണ്ട്. അന്നൊക്കെ നീ ചത്തുപോയിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾ പിടിക്കുമെടാ, അന്ന് കാണാൻ നമുക്ക് എന്ന് പറഞ്ഞു ചെന്നായി പോയി. റസൂലുള്ളാഹി ഹദീസ് പറഞ്ഞപ്പോ സഹാബാക്കൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ദീബുയത്തക്കല്ലമു, ചെന്നായി ഇങ്ങനെ സംസാരിക്കുകയോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് അത്ഭുതം, നിങ്ങൾക്ക് പ്രയാസം, എന്നാൽ ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. അപ്പോഴും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഏറ്റവും അടുത്ത കണക്ഷൻ ഉള്ളവർക്ക് ആ ആശയം, വൈദ്യുതി ഏറ്റവും ആദ്യത്തിൽ ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ഏറ്റവും അടുത്ത കണക്ഷൻ, ഏറ്റവും അടുത്ത ബന്ധം അബൂബക്കർ സിദ്ദീഖിനും ഉമറിനുമായപ്പോൾ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ പ്രകടമാകുന്ന അതിന്റെ പ്രത്യേക പ്രസരണ ശേഷിയിലൂടെ, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്ത വ്യാപ്തിയിലൂടെ, വ്യാപകമായ നിലക്ക് ആ ആശയം ഏറ്റവും അടുത്തടുത്ത കണക്ഷനുകളിൽ ലഭിക്കുന്നു. അങ്ങനെയല്ലേ ഏറ്റവും അടുത്ത കണക്ഷനിൽ ലഭിക്കാം. ഇവിടെ സ്വിച്ചിട്ടാൽ കുറെ അപ്പുറത്തുള്ള ബൾബല്ല ആദ്യം കത്തില്ല, അപ്പുറത്തുള്ളത് കത്തും. പക്ഷെ കത്തുന്നത് നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാകില്ല ഏതാണ് ആദ്യം കത്തിയെന്ന് മനസ്സിലായില്ല. അതിന്റെ ശക്തി കൊണ്ട്, അതിന്റെ വേഗത കൊണ്ട്.
അതങ്ങനെ തന്നെ സംഭവിക്കാം. ഭൗതിക ലോക ശക്തികളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ രണ്ട് വിഷയം അവരും നബിയും വിശ്വസിക്കുന്നു എന്ന് നബി പറഞ്ഞെങ്കിൽ അത് ബന്ധമാണ്. റബത്നാല ഖുലൂബിഹിം, നമുക്ക് അറിയാമല്ലോ, റബത്നാല ഖുലൂബിഹിം, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള വിശ്വാസ ബന്ധം. ആ ബന്ധം അതിന്റെ ഏറ്റവും ഉയർന്ന ഉച്ചിയിലെത്തിയാൽ, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇവിടെ വെക്കണ്ട, ആക്സിഡന്റ് സംഭവിക്കും. അത് അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയാൽ അത് ഒരുപോലെ പ്രവർത്തിക്കും. റബത്നാല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തി. ഇതാ കണക്ഷൻ. ഇതാ അലം നശ്റഹ് ലക സദ്റക്, ഹൃദയത്തിന്റെ പ്രസരണശേഷി വർദ്ധിപ്പിച്ചില്ലയോ? സിദ്ദീഖുൽ അക്ബറുമായും ഉമറുൽ ഫാറൂഖുമായും അങ്ങനെ ഒരു ബന്ധം, ഉമറുൽ ഫാറൂഖിന് സാരിയയുമായൊരു ബന്ധം, അതുപോലെ ഇബ്രാഹിം നബിക്ക് ലോക ജനങ്ങളുമായുള്ളൊരു ബന്ധം, ഈ റിഫൈൻ ഷേഖ് അവർക്ക് തങ്ങളുടെ മുരീദുമായുള്ള ബന്ധം, ഇതെല്ലാം ഒറ്റ ട്രാൻസ്ഫോമറാണ്, ഇതെല്ലാം ഒരൊറ്റ ബന്ധമാണ്. ഇനി ഞാനും എന്നെ തുടർന്നവരും ഒരേ മാർഗത്തിൽ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതാണ് എല്ലാം ചെന്നെത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വറഫഅനാ ലക ദിക്റക്, നിങ്ങളുടെ വാക്യങ്ങൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാവരുടെ ഹൃദയത്തിലും നാം പ്രകാശിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും അത് പ്രകടമായി എന്ന് അല്ലാഹു തആല പറയും. ഈ നബിയുടെ കീർത്തനങ്ങൾ പറയാതെ പിന്നെ എന്താണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ളത്? ഈ ലോകത്ത് അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഏറ്റവും ആദ്യം നമുക്ക് നബിയെ സംബന്ധിച്ചിടത്തോളം നബിയുടെ കീർത്തനങ്ങൾ, നബി ആരാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തണം. നബി ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. നബി മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ ബോധ്യപ്പെടുത്തി. നബിയെക്കുറിച്ച് തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഏർപ്പാടുകൾ നബി ചെയ്തു. കാരണം നബിയുടെ ഉത്തരവാദിത്വം ലൗകികമാണ്. അത് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വിഭാഗങ്ങൾക്കും എത്തിക്കാനുള്ളതാണ്. അത് സർവജനീനമാണ്, സർവവ്യാപകമാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയേ തീരൂ. നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്, സഅദ് ഇബ്നു മുആദ് മരിച്ചതിന് പേര് അള്ളാഹുവിന്റെ അർശ് കിടുകിടാ വിറച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അർശ് പ്രത്യേകമായി സന്തോഷം രേഖപ്പെടുത്തി. ഇതെല്ലാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസല്ലേ. തന്റെ ഒരു അനുയായിയെക്കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഔലിയാക്കന്മാരുടെ മാത്രം. ഞാൻ പറഞ്ഞില്ലേ ആ തുടർച്ച കൊണ്ട് ലഭിക്കുന്ന സംഗതിയാണ്. ഇത് റസൂലുള്ളാഹി സഅദ് ഇബ്നു മുആദിന്റെ വഫാത്തിന് ശേഷം സഹാബാക്കളുടെ മുമ്പാകെ പറഞ്ഞതാണ്. പ്രബലമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ ഖദീജ ബിയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കിടയിൽ പറഞ്ഞില്ലേ, ആയിഷ ബിയോട് പറഞ്ഞില്ലേ. അപ്പൊ ആയിഷ ബി പറഞ്ഞല്ലോ, വല്ലാഹി കാലന്തൊക്കും ഫിത്തുന്യംറാത്തുൻ ഖദീജ, നബി ഈ ദുനിയാവിൽ ഒരു ഖദീജ അല്ലാതെ വേറൊരു പെണ്ണുകൾ ഉണ്ടായിട്ടില്ലേ, വേറൊരു പെൺകുടി ഇല്ലേ? എന്തൊക്കെ ഈ ഖദീജയെ കുറിച്ച് നിങ്ങൾ പറയും. അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു, അവൾ അതായിരുന്നു, അവൾ ഇതായിരുന്നു. ഈ ദുനിയാവിൽ ഈ ഒരു ഖദീജ അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ലേ നബിയെ? അത് ആയിഷ ബീവി ചോദിക്കുന്ന നബിയോട്. ആയിഷ ബീവി ചോദിക്കുന്ന എതിർത്തിട്ടല്ല, ആ ഉള്ളിലുള്ള കാര്യങ്ങളുണ്ട്, അത് ഇങ്ങോട്ട് വരാനാ. ചിലപ്പോക്കെ പിന്നെ പെണ്ണിന്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതാ റസൂൽ ഒരിക്കൽ പറഞ്ഞ ശൈത്താനുക്കി, അന്റെ ശൈത്താൻ വന്നിരിക്കുന്നു. ചില ആൾക്കാർക്ക് ഇപ്പഴാ ശൈത്താൻ വന്നത്. ശൈത്താനുക്കി, അന്റെ ശൈത്താൻ ഇപ്പോ വന്നിരിക്കുന്നു. അപ്പൊ ആ മായ ശൈത്താൻ, എന്റെ കൂടെ ശൈത്താനുണ്ടോ? ഓ, അപ്പോ റസൂൽ പറഞ്ഞ നിന്റെ കൂടെ ശൈത്താനുണ്ട്. ഓ മയക്ക, നിങ്ങളുടെ കൂടെ ശൈത്താനുണ്ടോ? നിങ്ങളുടെ എന്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷെ അന്റെ ശൈത്താൻ എന്റെ കൂടെ ഉള്ളത് പോലെയല്ല, എന്റെ ശൈത്താൻ എന്റെ കൂടെയാണ്. എന്റെ ശൈത്താൻ ഞാൻ പറഞ്ഞു കേൾക്കും. എന്റെ ശൈത്താൻ മുസ്ലിമായിട്ടുണ്ട്. എന്നെ എതിർക്കാൻ കഴിയില്ല, എന്നെ അവനക്ക് മറിച്ചിടാൻ കഴിയില്ല. പിന്നെ അവനെ മറിക്കാൻ എനിക്ക് കഴിഞ്ഞു, അങ്ങനെ അവൻ മുസ്ലിമായി. നിന്റെ ശൈത്താൻ മുസ്ലിമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഔലിയ, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ
അവർക്ക് എന്തിനും സാധിക്കും. എന്തും ചെയ്യുമെന്നല്ല, അത് എന്തൊക്കെ ചെയ്യണ്ട എന്നാൽ അവർക്ക് വിവേചനപരമായ ഒരു പ്രത്യേക പരിഗണന. അതേ സമയത്ത് അവർ വിചാരിച്ചാൽ അത് സാധിക്കും. അത് നല്ല തയ്യാറാൻ വാക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പടച്ചോൻ, നിങ്ങൾ വിചാരിച്ച് നടപ്പാക്കുന്ന ഒരു പടച്ചോനെ എനിക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ പടച്ചോനക്ക് സ്വന്തം വിചാരമൊന്നുമില്ല. നിങ്ങളെ പടച്ചോനക്ക് സ്വന്തമായിട്ട് ഒരു പരിപാടിയൊന്നുമില്ല. നിങ്ങളെ പരിപാടി അത്. ഇതാണ് അവിടെ നടക്കുന്നത്. റിഫായ് ശേഖരെ വഞ്ചിക്കാനായി ശൈത്താൻ വന്നു, ഇബ്ലീസ് വന്നു. റിഫായ് ശേഖ് പറഞ്ഞു, എടാ ആയിന്റെ മനെ, ഇന്നിപ്പോ ഇന്നെ പിടിച്ചോ, എന്നാൽ നിനക്ക് രക്ഷയുണ്ട്. കാര്യം എന്നാ നോക്കുക, ഇജിങ്ങനെ നടന്നാല് പറ്റൂല. ഇന്ന് എന്റെ സമയമാണ്, അതുകൊണ്ട് നീ നന്നാന്നു. ഇബ്ലീസാവേരെ ചാതിപ്പാനായി ചെന്നാരെ ഇപ്പോൾ നീ എന്നെ തുടരെന്ന് ചെന്നോവർ, എന്നാലേ നിന്നെ ഞാൻ അവ്വലു മക്കാമതിൽ എത്തിക്കാമെന്ന് അറുതി പറഞ്ഞോവർ. ഇപ്പൊ നീ എന്നെ പിടിച്ചു, എന്റെ സമയം, ഇപ്പൊ എന്റെ ഓർഡറിന്റെ സമയം. ഈ സമയത്ത് നീ എന്നെ പിടിച്ചാൽ നിന്റെ ആ അവ്വല് മക്കാമുണ്ടല്ലോ അത് ഞാൻ തരാം. അതിന്റെ അപ്പുറത്തേക്ക് നിനക്ക് വിധിയില്ല. അതിന്റെ അപ്പുറത്തേക്ക് തരാൻ നിനക്ക് വിധിയില്ല. എവിടെയും അങ്ങനെ രേഖ കാണുന്നില്ല. അതുകൊണ്ട് അത് തിരിച്ചു തരാൻ എനിക്ക് സാധിക്കും. ഇപ്പൊ എന്റെ സമയമാണ്. ഒത്തബി സബീലമൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഓരോ നിശ്ചിത സമയത്ത് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വരുന്നവരുണ്ട്, അവരെ പിടിച്ചോ. നൗബത്ത്, അനാബ എന്ന് പറഞ്ഞ നൗബത്ത. ഓരോ സമയത്തും അള്ളാഹുവിന്റെ പ്രത്യേക ഔലിയാക്കന്മാരുടെ കീഴിൽ അള്ളാഹു താല ലോകത്തെ പ്രവർത്തിപ്പിക്കാം. മൊയ്തീൻ ഷേഖിന്റെ കാലത്ത് അദ്ദേഹം, റിഫായി ഷേഖിന്റെ കാലത്ത് അദ്ദേഹം, ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ കാലത്ത് അദ്ദേഹം, മമ്പറം തങ്ങളുടെ കാലത്ത് അദ്ദേഹം. ഓരോരുത്തർക്കും ഓരോരോ നൗബത്തുണ്ട്. നമ്മുടെ ഉസ്താദുമാർ ദ്വാരക്കുന്നത് കേട്ടിട്ടില്ലേ? ബദരീങ്ങൾക്കും വഹീദീങ്ങൾക്കും എല്ലാവർക്കും ദ്വാരത്തിന് ശേഷം അവസാനം അവർ പറയും, ഒരു സാഹിബി ഹാദി നൗബാത്ത്. ഈ സമയത്തുള്ള അള്ളാഹുവിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വമുള്ള ഒരു വർക്കർ ഉണ്ടായിരിക്കും, ആലമുൽ അംസാൽ, ആലമുൽ വൈബിൽ, അവർക്കും. അപ്പൊ ആ പ്രവർത്തനവുമായി നടക്കുന്നവർക്കും പടച്ചവനെ എന്റെ ഈ ഫാത്തിഹയുടെ പുണ്യം നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് പറയും. ഇതാണ് ഒത്തബി സബീലമൻ അനാബ ഇലയ്യ, എന്നിലേക്ക് നൗബത്ത് സ്വീകരിച്ച് പ്രത്യേകമായ ഉത്തരവാദിത്വമുള്ളവരുണ്ട്, അവരെ പിടിച്ചോ. അവരെ പിടിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. ഇതാണ് ഇബ്ലീസാവേരെ ചാതിപ്പാനായി ചെന്നാരെ ഇപ്പോൾ നീ എന്നെ തുടരെന്ന് ചെന്നോവർ. ഇപ്പൊ നീ എന്നെ പിടിച്ചോ, എങ്കിലേ നിന്നെ ഞാൻ അവ്വലു മക്കാമതിൽ എത്തിക്കാമെന്ന് അറുതി പറഞ്ഞോവർ. അപ്പോ റസൂലുള്ളാഹിന്റെ അരികെ പിശാച് എത്തിയപ്പോൾ ആ പിശാച് മഹാഭാഗ്യവാൻ, വളരെ ഭാഗ്യവാൻ അല്ലേ? ആ പിശാച് മുസ്ലിമായി. ആയിഷ ബീവിയുടേത് മുസ്ലിമായിട്ടില്ല. അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഖദീജ ബീവിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂടുതൽ പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിക്കുകയാണ്, ദുനിയാവിൽ ഈ ഖദീജ അല്ലാതെ വേറെ ആരും ഇല്ല നബിയെ. അപ്പോൾ റസൂൽ പറയുന്നു, നീ അങ്ങനെ പറയും, എനിക്കറിയാം പറയും, അത് പറയാതിരിക്കാൻ നിനക്ക് കഴിയില്ല. നീ ഒരു പെണ്ണാൻ, അതുകൊണ്ട് നീ പറയും. പക്ഷേ ആ ഖദീജയാണ് എല്ലാവരും എനിക്ക് എല്ലാം തറഞ്ഞപ്പോൾ ഖദീജയാണ് എനിക്ക് നൽകിയത്. ഖദീജയുടെ സാമ്പത്തിക ശേഷി കൊണ്ടാണ് ദീനിനെ ശക്തിപ്പെടുത്താൻ എനിക്ക് സാധിച്ചത്. ഖദീജയാണ് എനിക്ക് സമാധാനം നൽകിയത്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചരണ്ടു വന്നപ്പോൾ എനിക്ക് വസ്ത്രം നൽകി, സ്ഥാനവസ്ത്രം എന്ന് പറയാം. ഒരു വലിയ കാര്യം നേടി വരുന്ന ഒരാൾക്ക് നാം സ്ഥാനവസ്ത്രം നൽകാറുണ്ട്, ആദരവ് നൽകാറുണ്ട്, സാധാരണ ചെയ്യാറുള്ളതാണല്ലോ. ഖദീജ ബീവിയാണ് റസൂലുള്ളാഹിക്ക് പൊതുപ്പ് നൽകുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പിന്നെ അല്ലാഹു തആല പറയുന്നത് സ്ഥാനവസ്ത്രം ധരിച്ച പ്രവാചക. ഖദീജ ബീവിയാണ് ആ സ്ഥാനവസ്ത്രം നൽകിയത്. എല്ലാവരും എന്നെ വേദനിപ്പിച്ചപ്പോൾ ഖദീജ എന്നെ സന്തോഷിപ്പിച്ചു. എല്ലാവരും എല്ലാം വിലങ്ങിയപ്പോൾ ഖദീജ എനിക്ക് എല്ലാം നൽകി. അവരിൽ എനിക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഖദീജയുടെ മഹത്വങ്ങൾ പറയുന്നു. ചിലപ്പോൾ ആടറുക്കുന്നു, ആടുമാംസം വിവിധ പാക്കറ്റുകളിലാക്കി ഖദീജ ബീവിയുടെ സ്നേഹിതകൾ രാജ്യത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവർക്കൊക്കെ കൊടുത്തയക്കുന്നു, ഖദീജ ബീവിയുടെ സ്മരണ പുതുക്കാൻ.
അല്ലേ? ഖദീജാബിയുടെ സ്മരണ പുതുക്കാൻ ഖദീജാബിയുടെ സ്നേഹിതങ്ങൾക്ക് കൊടുത്തയക്കുന്നു. തെരഞ്ഞു പിടിച്ച ആളെ പറഞ്ഞയച്ചു കൊടുക്കുമായിരുന്നു. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസല്ലേ. അപ്പൊ റസൂലുള്ള അവിടുന്ന് മരണപ്പെട്ടു പോയ അനുയായിക്ക് വേണ്ടി കീർത്തനങ്ങൾ പറഞ്ഞു, ഭാര്യയ്ക്ക് കീർത്തനങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയാൻ മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ, സ്റ്റേജ് തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സഹാബാക്കളിലെ ഏറ്റവും ഉയർന്ന സാഹിത്യകാരന് റസൂലുള്ള സ്റ്റേജ് നിർമ്മിച്ചു കൊടുത്ത് ആ ഹസ്സാൻ റസൂലുള്ള പ്രാർത്ഥിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ് മാ കാന യുദാഫിയൻ റസൂലില്ലാഹ്. പ്രവാചകന് വേണ്ടി ശത്രുക്കൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ ഹസ്സാനെ നീ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തു റബ്ബേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം പ്രവാചകൻ കാണിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ നബിയെ താങ്കളുടെ സ്മരണ താങ്കൾക്ക് നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിലേക്ക് നാം എത്തിക്കുകയാണ്. അല്ലാഹു തആല ഉയർത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർ മുഖേനയാണ് ഉയർത്തുന്നത്. അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് ലോകത്തുള്ള വിശ്വാസികൾ. ആ വിശ്വാസികളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് പ്രവാചകൻ നമുക്ക് ഈ മാർഗങ്ങളെല്ലാം കാണിച്ചു തന്നത്. പ്രവാചകന്റെ സന്നിധിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ എങ്ങനെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീർത്തിപ്പെടുത്താതിരിക്കും? അതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയുന്നു. എല്ലാവരും പറയും. ഇമാം റാജി പറഞ്ഞില്ലേ, അംലഉൽ ആലമ ബി അത്ബാഇ കുല്ലുഹും മിസ്ലുമാലി. ലോകം മുഴുവനും നിങ്ങളുടെ അനുയായികളെ കൊണ്ട് നാം നടക്കും. എല്ലാവരും നിങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ പറയും, പുകഴ്ത്തും, പാടിപ്പുകഴ്ത്തും. അതിൽ എല്ലാവരും പറയുമ്പോൾ ഓരോ വിഭാഗത്തിനും അതാതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. വലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. ദീനിൽ വിവരം ശേഖരിക്കാൻ ഓരോ വിഭാഗവും ഇറങ്ങി പുറപ്പെടണമെന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയാനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസികളുമുണ്ട്. വിശ്വാസികൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, കേരളത്തിന്റെ മക്ക എന്ന് പറയപ്പെട്ട കേരളത്തിന്റെ മതവിജ്ഞാന കേന്ദ്രമായ ആ പൊന്നാനി, അവിടെ നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ മഖ്ദൂമിങ്ങൾ, ഒന്നാം മഖ്ദൂം തങ്ങൾ അവറുകൾ എഴുതിയതാണ് റസൂലുള്ളാഹിയുടെ കീർത്തനവാക്യമായ പദ്യഗദ്യ സമ്മിശ്രമായ അവിടുത്തെ മൗലിദ്, മങ്കൂസ് മൗലിദ്. മുസ്ലിം കേരളത്തിന് വേണ്ടി തയ്യാറാക്കി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന പദ്യങ്ങളും ഗദ്യങ്ങളുമുണ്ട്. ലോകത്തുള്ള എല്ലാവരും, എല്ലാ മുസ്ലിമീങ്ങളുമായി ചെയ്തിരിക്കുന്ന അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യതയുടെ ഭാഗമാണ് കേരളക്കാരായ നമുക്ക് വേണ്ടി ഇങ്ങനെ മങ്കൂസ് മൗലിദും മറ്റും ഉണ്ടാക്കുന്നത്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇളവ് നൽകപ്പെട്ടത്. എന്തിയോ ന്യൂനത സംഭവിച്ചത് എന്നല്ല, പ്രത്യേക ഇളവ്. മറ്റു മൗലിദുകളെ അപേക്ഷിച്ച് ചെറുതാണ്, പക്ഷേ മൗലിദുകളുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. എല്ലാം അതിൽ പൂർണ്ണമാണ്. ഇങ്ങനെയുള്ള മൗലിദ് കേരളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതും നാം നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സുഹൃത്തുക്കൾ റസൂലുള്ള കാണുന്നു, ഉൾക്കൊള്ളുന്നു, പ്രാർത്ഥന നടത്തുന്നു. അതുകൊണ്ടാണ് ആ ആദ്യത്തെ വരിയിൽ തന്നെ അന്തത്വത്തിലൗബൈനന ഫിൽ കവാകിബി കൽബുദൂർ, നബിയെ ഞങ്ങൾ മൗലിദ് ഓതുന്നു, താങ്കൾ അത് കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ മൗലിദ് ഓതുന്നു, താങ്കൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് ആദ്യഘട്ടം നമുക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെ റസൂലുള്ളാഹിയെ പാടിപ്പോയിട്ട് പുകഴ്ത്തി നമ്മുടെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തിന്റെ ദർശനമാണ്. നബിയെ കാണുക, ഈ പാടി പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷേ നബിയുടെ ദർശനമാണ് ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ളത്. ലക്ഷ്യം അതാണ്. വജ്ഹുക്കൽ വല്ലാഹു ഹുജ്ജതുനാ യൗമായ തിന്നാസു ബില്ലുജജി, യൗമായ തിന്നാസു ബില്ലുജജി. എല്ലാ ജനങ്ങളും അവരുടേതായ സുഹൃത്തുക്കളുമായി വരുമ്പോൾ താങ്കളുടെ മുഖമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വജ്ഹുക്കൽ വല്ലാഹു ഹുജ്ജതുനാ, അവിടുത്തെ പ്രകാശിക്കുന്ന മുഖം, ഏതിനേക്കാളും വലിയ പ്രകാശമുള്ള മുഖം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അപ്പൊ അത് നമുക്ക് കാണണം. സഹാബാക്കൾ നബിയോട് ചോദിച്ചു, നബിയെ അങ്ങയെ കാണാൻ എന്തു ചെയ്യും? ചിലർ കരഞ്ഞു. റസൂൽ ചോദിച്ചു, എന്താ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഇവിടെ തങ്ങളെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പോയാലും മടങ്ങി വന്ന് നിങ്ങളെ കാണണം, യുദ്ധത്തിന് പോയാലും മടങ്ങി വന്ന് നിങ്ങളെ കാണണം. നിങ്ങളില്ലാതെ യുദ്ധത്തിന് പോകുക എന്നുള്ളതിന് വളരെ പ്രയാസമാണ്. ഏത് സമയത്തും നിങ്ങളെ കാണണം. റസൂലുള്ളാഹിയുടെ കൂടെ നമസ്കരിക്കുമ്പോൾ സഫിന്റെ വലതുഭാഗത്ത് നിൽക്കാറുണ്ട് സഹാബാക്കൾ പറയുന്നത്. കാരണം നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. അപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ സഫിന്റെ വലതുഭാഗത്ത് ആദ്യമേ സ്ഥലം പിടിക്കും. ഇങ്ങനെ എപ്പോഴും റസൂലുള്ളാഹിയെ കാണണം, കാണാതിരിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഞങ്ങൾ മരിച്ചു പോയാൽ റസൂലുള്ളാഹി വഫാത്തായാൽ പിന്നെ എങ്ങനെ റസൂലുള്ളാഹിയെ കാണും? എവിടുന്ന് കാണാൻ സാധിക്കും? ആ വിഷയം ഓർത്താണ് കരയുന്നത് എന്ന് ചില സഹാബാക്കൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കണ്ട. അള്ളാഹുവെയും റസൂലിനെയും ഭയപ്പെടുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടപ്പെട്ടവരുടെയും കൂടെയായിരിക്കും. അവരെ കണ്ടുകൊണ്ടിരിക്കും. അവിടെ അസാന്നിധ്യമുണ്ടാകില്ല, അകൽച്ച ഉണ്ടാകില്ല, കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ നാളെ ആഖിറത്തിൽ വരുമ്പോൾ എന്നെ നിങ്ങൾ ആദ്യം മീസാൻ തുലാസിന്റെ അരികിൽ നിങ്ങൾ എന്നെ നോക്കുക. മീസാനിൽ നിങ്ങളുടെ അമലുകൾ കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അഥവാ നിങ്ങൾ എന്നെ അവിടെ കണ്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വരൂ, എന്റെ ആ ഹൗദുൽ കൗസർ തടാകത്തിനരികിൽ വരൂ. അവിടെ നിങ്ങൾക്ക് എന്നെ കാണാം. അനഫറത്തുക്കും അലൽ ഹൗദ്, ഇമാം മുസ്ലിം മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനഫറത്തുക്കും അലൽ ഹൗദ്, ഹൗദുൽ കൗസർ തടാകത്തിനരികിൽ നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അത് സാധാരണ വെള്ളം കുടിപ്പിക്കലല്ല, അവനൊന്ന് വെള്ളം കുടിപ്പിച്ചെന്ന് പറയല്ല, അതല്ല. പിന്നീട് ആ മനുഷ്യന് ദാഹമുണ്ടാകില്ല. സ്വർഗത്തിന്റെ എല്ലാവിധ അനുഭൂതിയും അതോടുകൂടെ അവൻ ഉൾക്കൊള്ളുന്നു. ഈ ഹൗദുൽ കൗസർ തടാകത്തിനരികിൽ ഞാൻ ഉണ്ടായിരിക്കും. മീസാൻ തുലാത്തിന്റെ അരികിൽ കണ്ടില്ല എങ്കിൽ ഹൗദുൽ കൗസർ തടാകത്തിന്റെ അരികിൽ വരിക, എന്നെ അവിടെ കാണാം. ഇന്നനാനർജൂയില കൈസി ഹൗലിക ലിൽഅതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ആ ഹൗദുൽ കൗസർ തടാകത്തിൽ അവിടെ വന്ന് വെള്ളം കുടിക്കാൻ, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ പ്രതീക്ഷ നൽകിയത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന ഫറത്തുക്കും അലൽ ഹൗദ്. ഈ ഫറത്ത് എന്ന പ്രയോഗം നാം ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ ഫറത്ത് എന്ന പ്രയോഗം ഉണ്ടോ? ഉണ്ട്. എവിടെ? ഒരു കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടിക്ക് വേണ്ടി നാം നമസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈഹി, പടച്ചവനെ ആ കുട്ടിയെ മാതാപിതാക്കൾക്ക് വേണ്ടി മുമ്പേ അവിടെ എത്തി മാതാപിതാക്കൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്ന കുട്ടിയാക്കണമേ. ചെറിയ കുട്ടികൾ മരിച്ചുപോയാൽ ആ ചെറിയ കുട്ടികൾ ഉമ്മായുടെയും ഉപ്പായുടെയും കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി അവരെ സ്വർഗത്തിൽ കയറ്റുമെന്ന് റസൂലുള്ളാഹി പറയുന്നുവെങ്കിൽ അതിന്റെ ആശയമാണ് ഫറത്ത്. ഇതാണ് അനഫറത്തുക്കും മിനൽ ഹൗദ്, ഹൗദുൽ കൗസർ തടാകത്തിൽ നിങ്ങൾക്ക് വെള്ളം തന്ന് പിന്നെ നിങ്ങൾ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, ശഫാഅത്ത് ചെയ്യുന്നു എന്നെല്ലാമുള്ള ആശയമാണ് ഇവിടെ ഈ ഫറത്ത് എന്ന പദം ഉൾക്കൊള്ളുന്നു. ഇന്നനാനർജൂയില കൈസി ഹൗലിക ലിൽഅതശ് യൗമ നശ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി. എന്റെ കിതാബുകൾ, എന്റെ ശരിയുടെയും തെറ്റിന്റെയും കിതാബുകൾ ഇടത് വലത് കയ്യിൽ ലഭിക്കുമ്പോൾ അവിടെ നിന്നല്ലാതെ എനിക്ക് രക്ഷയില്ല, അവിടുത്തെ മുഖം കാണണം എന്നാണ് നമ്മുടെ ഈ കീർത്തനങ്ങളുടെ അവസാനത്തെ വാക്യമായി നമുക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹിന്റെ സിയാറ പരലോകത്ത് ആ കാണുന്നതിന് മുമ്പ് ഈ ലോകത്ത് നമുക്ക് റസൂലുള്ളാഹിന്റെ സിയാറത്താണ്. കീർത്തനങ്ങളിലൂടെ നാം ഉയർന്ന് മക്ക ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടാൻ തയ്യാറാവുന്നു. ഇതാ വരൂ എന്ന് പറഞ്ഞു എല്ലാവരും ക്ഷണിച്ചു വരുത്തി ബാങ്കും കൊടുക്കുന്നു. ആ സമയമായി എനിക്ക് പോകാൻ കഴിയുന്നില്ല, പല തടസ്സങ്ങളുമുണ്ട്. ആ സമയത്ത് ഞാൻ ചെന്നു. എന്നിട്ട് ആ യാത്രക്ക് പുറപ്പെട്ടവരിൽ ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എനിക്കൊരാശയമുണ്ട്, നിങ്ങളെപ്പോലെ ഇത് ആഗ്രഹിച്ചവനാണ് ഞാൻ, എനിക്ക് പക്ഷേ തടസ്സമുണ്ട്. ഇനി എന്ന് എന്റെ തടസ്സം നീങ്ങുമെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട്
എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ അവിടെ പറയണം. ഒതഹമ്മല്ലി റസായിൽ, എനിക്ക് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ആശയം എനിക്ക് വേണ്ടി. അയ്യോ ഷൗഖുൽ ജസീൽ, അപാരമായ എന്റെ സ്നേഹം, നബിയോടുള്ള അപാരമായ ബഹുമാനം, അവിടുത്തെ ഹദ്റത്തിലെത്തിയ അസ്സലാമു അലൈക യാ അയ്യുഹൻ നബി യാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് നേരിട്ട് പറയാനുള്ള എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം ഇപ്പോൾ നടപ്പാക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ ഈ ആശയം അവിടെ എത്തിക്കണം. അയ്യോ ഷൗഖുൽ ജദീൽ നവഹാ തിൽക്കൽ മനാദിൽ, ആ റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ, അതിന്റെ പരിസരത്തുള്ള ഫാത്തിമാവിയുടെ വീട്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്റെ മനസ്സിൽ എപ്പോഴും ഓളം പെട്ടുന്നു. എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഈ ആശയം എനിക്ക് വേണ്ടി അവിടെ എത്തിക്കണം. എന്റെ സലാം പ്രവാചകൻ നിങ്ങൾ പറയണം എന്ന് വിലപിക്കുന്ന ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥയാണ് അയ്യോ ഷൗഖുൽ ജസീൽ നഹ്വാ തിൽക്കൽ മനാദിൽ ഫിൽ അശായ വൽ ബുകൂർ എന്ന ആശയത്തിൽ നമ്മുടെ ഉസ്താദുമാരായ ആ പൊന്നാണിയിലെ മഖ്ദൂമാരും മറ്റൊക്കെ പ്രകടിപ്പിക്കും. അപ്പോ നാം റസൂലുള്ളാഹിയെ കീർത്തനങ്ങൾ പാടുക, പറയുക, റസൂലുള്ളാഹിയെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇതിന്റെയൊക്കെ ലക്ഷ്യം അതായിരിക്കും. റസൂലുള്ളാഹിയെ പരമാവധി നമുക്ക് പകർത്താൻ സാധിക്കും. സഹാബാക്കൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹിയെ കുറിച്ച് അവർ പഠിക്കുന്നു. റസൂലുള്ളാഹിന്റെ മുഖം എങ്ങനെ, റസൂലുള്ളാഹി കൂർക്കം വലിക്കുന്നുണ്ട് ഇല്ലേ, റസൂലുള്ളാഹിന്റെ താടിമുടിയിൽ എത്ര മുടി നരച്ചിരിക്കുന്നു, ഇതെല്ലാം റസൂലുള്ളാഹി ഉറങ്ങിക്കെടുക്കുമ്പോൾ അവർ നിരീക്ഷണം നടത്തുകയായിരുന്നു. റസൂലുള്ളാഹിന്റെ രഹസ്യ ജീവിതം വരെ അവർ പകർത്തിയിരുന്നു. നമുക്കറിയാമല്ലോ, ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി ബാത്റൂമിൽ കയറിയാൽ അന്ന് മേൽപ്പുര ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ വീട്ടിന്റെ തട്ടിന്റെ മുകളിൽ കയറി പ്രവാചകൻ എങ്ങോട്ട് തിരിഞ്ഞാണ് ഇത് ചെയ്യുന്നത് എന്നവർ ശ്രദ്ധിക്കാറുണ്ട്. അതെല്ലാം ഹദീസിൽ പച്ചയായി നമ്മുടെ മുമ്പ് നമുക്ക് കാണാൻ പറ്റും. മുത്തബി സുന്ന എന്ന് പറയുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല സുന്നത്തിനെ പ്രത്യേകം അനുഭവിക്കുന്ന വ്യക്തി എന്ന ഒരു പ്രത്യേക സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി എന്ത് ചെയ്താലും അതുപോലെ ചെയ്യും. റസൂലുള്ളാഹി യാത്രയിൽ ഒട്ടകത്തെ എവിടെയെങ്കിലും നിർത്തി തീറ്റിച്ചാൽ, വിശ്രമിച്ചാൽ അതേ പോയിന്റിൽ അദ്ദേഹവും ഒട്ടകത്തെ നിർത്തും, തീറ്റിക്കും. ഇങ്ങനെ നബിയെ പിന്തുടർന്ന് റസൂലുള്ളാഹിന്റെ ഓരോ പോയിന്റിലും റസൂലുള്ളാഹിനെ തുടരുന്ന ആളായിരുന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല. ഇങ്ങനെയുള്ള അനവധി സഹാബി വരെയുണ്ട്. അപ്പോ റസൂലുള്ളാഹി കീർത്തനങ്ങൾ പാടുക, റസൂലുള്ളാഹിയെ അനുഗമിക്കുക, അവസാനമായി റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ ഭാഗമായ ഒരു ഹൃദയമായി നമുക്ക് ഒഴുകി ഖിയാമത്ത് നാൾ വരെ പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലാഹു തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടർച്ച പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നബിയോടുള്ള സ്നേഹവും നബിയുമായുള്ള ബന്ധവും കൂടുതൽ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാം അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ഐശ്വര്യവും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു വരുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ പ്രവർത്തകർക്കും എല്ലാം അല്ലാഹു തആല പ്രത്യേക ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ശമ്പളത്തിലും നമ്മുടെ എല്ലാ ജീവിതത്തിലും അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ നമുക്ക് പ്രവർത്തനശേഷി അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവസാനം ഈമാനോടുകൂടെ ഹിദായത്തോടുകൂടെ മരിക്കാൻ അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈറിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.